ആരാധനയുടെ ഘടകങ്ങൾ അല്ലെങ്കിൽ ആരാധനയിൽ അത്യാവശ്യമായിട്ട് വേണ്ട ചേരുവകൾ ഇന്നലെയാണെന്ന് ഓടിച്ചു പറഞ്ഞു. അതിന് തെളിവുകൾ എന്ന് പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് ആരാധന എന്നുള്ള വാക്ക് ലേഖനങ്ങളിൽ സഭയുടെ ആരാധനയോട് ബന്ധപ്പെട്ട് കാണുന്ന ഒരേ ഒരു സ്ഥലം. നമ്മൾ ദൈവവചനം പരിശോധിക്കുമ്പോൾ, പഠിക്കാനൊക്കെ ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിച്ചാൽ അതിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് അത് ബൈബിളിൽ ആദ്യം എവിടെ എഴുതിയിരിക്കുന്നു എന്നുള്ളത് നോക്കണം. ഏത് വിഷയമായിക്കൊള്ളട്ടെ, വാലും തലയില്ലാതെ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അറ്റമുറി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ സഭകളുടെ ദൈവവചന പഠനത്തിന്റെ രീതി ക്രമീകൃതമാണ്. നമ്മളെ പിതാക്കന്മാരൊക്കെ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു വാക്യം എടുത്തിട്ട് അതിനെ അവിടെ ഇവിടെ അതൊന്നും പറയല്ല, അതിന് ആഴത്തിലേക്ക് ഇറങ്ങി അതേക്കുറിച്ച് എന്തെല്ലാം മനസ്സിലാക്കാൻ കഴിയുമ്പോൾ അതെല്ലാം മനസ്സിലാക്കി നമ്മുടെ പിതാക്കന്മാരൊക്കെ പഠിപ്പിക്കുകയും അത് എഴുതുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏത് വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ആഗ്രഹിച്ചാലും അത് ബൈബിളിൽ ആദ്യം എവിടെയാണെന്ന് നോക്കണം. ആദ്യം എഴുതിയിരിക്കുന്ന സ്ഥലത്ത് ആ വിഷയത്തിന്റെ ധാരാളം വിശദീകരണങ്ങൾ ഉപദേശപരമായും പ്രായോഗികമായുമുള്ള ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഏത് വിഷയമാണെങ്കിലും നിങ്ങൾ ചിന്തിച്ചോ, ദൈവം ആദ്യം എവിടെ വരുന്നത്? ദൈവം എന്നുള്ള വാക്യം ബൈബിളിൽ ആദ്യം എവിടെ? 1:1 എന്തോ ഒരു ആഴമായ വാക്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ വാക്യം വിശദീകരിക്കണമെങ്കിൽ ഒരു 3-4 ക്ലാസ് വേണ്ടി വരും. അവിടെ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബഹുവചന രൂപമാണ്. ഭാഷയുടെ നിയമം അനുസരിച്ച് ബഹുവചനത്തിൽ കുറഞ്ഞ പക്ഷം 3 വ്യക്തികളെങ്കിലും ഉണ്ടായിരിക്കണമെന്നാണ് ഈ പഴയ എഴുതിയ ഭാഷയുടെ പ്രമാണം. നമുക്ക് ഏകവചനവും ബഹുവചനമേ ഉള്ളൂ. എന്നാൽ ഈ വേദപുസ്തകം എഴുതിയ എബ്രായ ഭാഷയിൽ ഏകവചനവും ദ്വിവചനവും ബഹുവചനവും ഉണ്ട്. ഒരാളാണെങ്കിൽ ഏകവചനം, 2 പേരാണെങ്കിൽ ദ്വിവചനം, 3 പേരാണെങ്കിൽ ബഹുവചനം. അപ്പൊ ഇൻ ദ ബിഗിനിങ് മൈറ്റി വൺസ്, സർവശക്തന്മാരെന്നാണ് തർജ്ജമ ചെയ്യേണ്ടത്. സർവശക്തന്മാർ എന്ന് പറയുമ്പോൾ കുറഞ്ഞ പക്ഷം 3 വ്യക്തികളെങ്കിലും ഉണ്ടായിരിക്കണം. ആ ഭാഗത്ത് തന്നെ ദൈവം സൃഷ്ടിച്ചു, ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു, വചനം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ആ കൽപ്പിച്ചത് എന്താണെന്ന് 33-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിലുണ്ട്. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യങ്ങളും ഉളവായി. അപ്പൊ വചനം ഏതാണ്? സൃഷ്ടികർമ്മം നടത്തിയ വ്യക്തിയുടെ പേരാണ് വചനം. ആ വചനത്തെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ എഴുതി, ആദിയിലെ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവനെ കണ്ടു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ അവന് ദൈവവചനം എന്ന് പേര്. ഇപ്പൊ കർത്താവ് യേശുവിനെ കുറിച്ചാണ്. അപ്പൊ ദൈവം സൃഷ്ടിച്ചു, യേശു ക്രിസ്തു സൃഷ്ടിച്ചു, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. നോക്കണേ, ദൈവം എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ 3 വ്യക്തികളുണ്ടെന്ന് തെളിയിച്ചു. ആ 3 വ്യക്തികൾ ചേർന്നാൽ 3 ദൈവങ്ങളല്ല. എത്ര ദൈവ? ഏകദൈവം. അതുകൊണ്ട് ദൈവം എന്നുള്ളതിന് ബഹുവചനം പറഞ്ഞിട്ട് ഭാഷയുടെ നിയമം അനുസരിച്ചാണെങ്കിൽ സൃഷ്ടിച്ചു എന്നുള്ളത് ബഹുവചനത്തിൽ വരേണ്ടതാണ്, പക്ഷേ ഏകവചനമാണ്. 3 വ്യക്തികളുണ്ടെങ്കിലും ഏകദൈവമാണ്, 3 ദൈവങ്ങളില്ല. ഒന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ അത്ഭുതപ്പെട്ടു പോവുകയേ ഉള്ളൂ. അപ്പൊ ദൈവം എന്നുള്ള വാക്ക്, കൃപ എന്നുള്ള വാക്ക് ഇവിടെ വരുന്നത്. കൃപ ആരാധനയ്ക്കൊക്കെ പറയാനുള്ളതാണ് കൃപ. ബൈബിളിൽ ആദ്യം ഉൽപ്പത്തി 6:8 നോഹയ്ക്ക് യഹോവയുടെ കൃപ. അപ്പൊ കൃപ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നോഹയുടെ ചരിത്രം വായിച്ചാൽ മതി. ശരിയല്ലേ? എല്ലാവരും ചത്തു പൊങ്ങിയപ്പോൾ ഒരു കുടുംബം മാത്രം, അത് കൃപയാലാണ് രക്ഷപ്പെട്ടത്. ഇനി കരുണ എന്നുള്ള വാക്ക് എവിടെയാണ്? ഉൽപ്പത്തി 19-ാമത്തെ വാക്യം. അവിടെ ലോത്ത് പറയുന്നുണ്ട്, ദൈവമേ നിനക്കൊരു കൃപ തോന്നിയല്ലോ, എന്റെ ജീവനെ രക്ഷിപ്പാൻ തക്കോളം നിനക്ക് എന്നോട് കരുണ തോന്നിയല്ലോ. അപ്പൊ കൃപയെന്ന് പറയുമ്പോൾ അർഹതയില്ലാത്ത രക്ഷ തരുന്നതാണ് കൃപ. കരുണയെന്ന് പറയുമ്പോൾ അർഹതയുള്ളത് നമുക്ക് തരാതെ ഇരിക്കുന്നതാണ്. അർഹതയില്ലാത്ത തരുന്ന കൃപ, അർഹതയുള്ളത് തരാതിരിക്കുന്ന കരുണ. എന്താ നമുക്ക് അർഹമായിട്ടുള്ളത്? നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം ഈ കൃപയിൽ തന്നെ വിശുദ്ധമായിട്ട് ജീവിച്ചിട്ടുണ്ടോ? ഇത്ര നാളും ഉണ്ടോ? ഇല്ല. വന്നാൽ എന്ത് ചെയ്യണം? ദൈവം നീതിമാനായോണ്ട് എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്കിട്ട് നല്ലത് തരണം, അല്ലേ? പക്ഷേ അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് ഈ അപ്പന്റെ കരുണയും അമ്മയുടെ കരുണയും രണ്ടാ. ശരിയല്ലേ? എന്താ ഈ അപ്പന്റെ കരുണയുടെ പ്രത്യേകത?
അപ്പന്മാർ കൂടുതൽ തല്ലിന്നിരിക്കും, പക്ഷെ തല്ലി കഴിയുമ്പോൾ ചങ്ക് പിടയ്ക്കും. വൈകിട്ട് 2 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പോയി ഉറങ്ങുന്നതിന് പോയി തൊട്ട് നോക്കും പാടുമെല്ലാം വീണോ. അമ്മ ചുമ്മാ ചപ്പറം ചിപ്പറം തല്ലിയെന്നിരിക്കും, പക്ഷെ പിള്ളേർക്കും പേടിയില്ല. ശരിയാണോ? എല്ലാവരും സമ്മതിക്കുന്നുണ്ട്, ശരിയാ. കാരണം അമ്മമാരുടെ കൂടെയാണല്ലോ മക്കൾ കൂടുതൽ, അതുകൊണ്ട് കൂടുതൽ തല്ലി പോകും. ശരിയാണോ ഞാൻ പറഞ്ഞത്? അപ്പനും മക്കളോട് കരുണ, അർഹതയുള്ളത് തരാതിരിക്കുന്നതാണ് കരുണ. ഇനി സ്നേഹമെന്നുള്ള വാക്ക് ബൈബിളിൽ അവിടെ ആദ്യം ഉള്ളത് ഉൽപ്പത്തി 22 നീ സ്നേഹിക്കുന്ന മകനെ. ചുരുക്കി പറഞ്ഞാൽ ഏത് വിഷയം നോക്കിയാലും ആദ്യം എഴുതിയിരിക്കുന്നത് നോക്കണം. അപ്പൊ ഉൽപ്പത്തി 22-ാം അധ്യായത്തിൽ സ്നേഹം എന്താണെന്നുണ്ട്, നീ സ്നേഹിക്കുന്ന മകനെ. അങ്ങനെയാണെങ്കിൽ ആരാധന എന്നുള്ള വാക്ക് ബൈബിളിൽ എവിടെ ആയിരിക്കണം ആദ്യം വരുന്നത്? ആരാധന എന്നുള്ള വാക്ക് ശരിക്കും വരുന്നത് ഉൽപ്പത്തി 22-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലാണ്. നമുക്കതുകൊണ്ട് ഉൽപ്പത്തി 22-ാം അധ്യായം 1 Corinthians 14 ഇതിനെ കൂടെ ചേർത്ത് എൻ്റെ മനസ്സിലിങ്ങനെ കുറെ ആശയങ്ങൾ വന്ന വഴിക്ക് ഇങ്ങനെ രൂപപ്പെടുത്തി കൊണ്ടുവരുന്നതെല്ലാം കൂടെ പറയാമെന്ന് വിചാരിക്കുകയാണ്. ഉൽപ്പത്തി 22-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു തുടങ്ങാം. അബ്രഹാം അധികാരത്തിൽ എഴുന്നേറ്റ് കഴുതിനെ കൂപ്പിട്ട് കിട്ടി ബാല്യക്കാരി 2 പേരെയും കൂടി ദൈവം തന്നെ കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതിയുമായി ഇവിടെ ഇരിക്കുകയും ഞാനും വാളും അവിടുത്തോളം ചേർന്ന് ആരാധന കേട്ട് മടങ്ങി വരാം. ഇവിടെയാണ് ആരാധന എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ബൈബിളിലുള്ളത്. അപ്പൊ നിങ്ങൾ പറയും ആദ്യം അല്ലല്ലോ, അതിന്റെ പുറകിലൊക്കെ ഉണ്ടല്ലോ. ഇപ്പത്തെ 21-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധിച്ചെന്നുണ്ട്. പിന്നെ 4-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയതാണ്. പക്ഷെ അതൊക്കെ ശരിക്കും കോൾഡ് അപ്പോൺ ദ നെയിം ഓഫ് ദ ലോർഡ് എന്നാണ് ഇംഗ്ലീഷിലും അതിന്റെ മൂലഭാഷയിലുമൊക്കെ. യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങിയെന്നാണ്. യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. എന്നാൽ ആരാധന എന്നുള്ള വാക്ക് 22-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലാണ് ആദ്യമായിട്ട് കാണുന്നത്. അതിനു മുൻപ് ആരാധിച്ചിട്ടുണ്ട്, പക്ഷെ എഴുതിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ആരാധന എന്താണ്, സഭയും ആരാധനയും എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ഉൽപ്പത്തി 22-ാം അധ്യായം നമ്മൾ ധ്യാനിച്ച് മനസ്സിലാക്കിയാൽ മതിയാകുള്ളൂ. നമ്മൾ എത്രയോ പ്രാവശ്യം ആരാധനയ്ക്ക് അധ്യായം ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലേ? ശരിയല്ലേ? ഒരുപാട് പ്രാവശ്യം നമ്മൾ ചിന്തിച്ചതും കേട്ടതും ഒരുപക്ഷെ കേൾക്കാത്തതുമായ കാര്യങ്ങൾ ചിലതൊക്കെ വന്നേക്കാമായിരിക്കും. ഇവിടെ ആരാധനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഓർപ്പിക്കാം. ഒരു 5, 6, 7, 8 നേരം കിട്ടുന്നതനുസരിച്ച് പറയാം. ഒന്നാമത്തേത് ആരാധനയും വിളിയും എന്നുള്ളതാണ്. ആരാധനയും വിളിയും. വിളിക്കപ്പെട്ടവരാണ് ആരാധിക്കേണ്ടത്. ആരാധനയ്ക്ക് വിളി ആവശ്യമാണ്. ആരാധനയും വിളിയും. 1-ാമത്തെ വാക്യത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമേ എന്ന് വിളിച്ചു. അപ്പോൾ ആരാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? വിളിക്കപ്പെട്ടവർ ആരാധിക്കണം. ദൈവത്തിന്റെ വിളി ലോകത്തിലെമ്പാടും ആളുകൾ കേൾക്കുന്നുണ്ട്. അതൊരു പൊതുവായ വിളിയാണ്. അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരാനായിട്ട് കർത്താവ് വിളിച്ചു. എല്ലാവരും ചെന്നോ കർത്താവിൻ്റെ അടുക്കൽ? ഇല്ല. കർത്താവ് തന്നെ പറഞ്ഞു, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എൻ്റെ അടുക്കൽ വരികയില്ല. അപ്പൊ ഒരു പൊതുവായ വിളിയുണ്ട്, എന്നാൽ വ്യക്തിപരമായ മറ്റൊരു വിളിയും കൂടെ ഉണ്ട്. രക്ഷിക്കപ്പെടാനായിട്ട് ദൈവം എല്ലാവരെയും വിളിക്കുന്നുണ്ട്, പക്ഷെ എല്ലാവരും ആ വിളി അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. എന്താണ് കാരണം? എല്ലാവരെയും ദൈവം തെരഞ്ഞെടുത്തിട്ടില്ല എന്നുള്ളതാണ്. ദൈവം എല്ലാവരെയും തെരഞ്ഞെടുത്തിട്ടില്ല. നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരുന്ന പാപികളിൽ കുറെ ആളുകളോട് ദൈവം പ്രത്യേകമായ കരുണ കാണിച്ചു. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുന്നു, എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുന്നു. അങ്ങനെ ദൈവം ചിലരെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം ഇല്ലേ? നമ്മുടെ നോട്ടത്തിൽ ഉണ്ടായേക്കാം. പക്ഷേ റോമാലേഖനം 9-ാം അധ്യായത്തിൽ പറയുന്നത്
ഇസഹാക്ക് എന്ന ഏകനാൽ നമ്മുടെ മാതാവായ റിബേക്ക ഗർഭം ധരിച്ചു. മക്കൾ ജനിക്കും മുമ്പേ, ഗുണമാകട്ടെ ദോഷമാകട്ടെ പ്രവർത്തിക്കും മുമ്പേ, തെരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ഞാൻ ഏശാവിനെ ദ്വേഷിച്ചു, യാക്കോബിനെ തെരഞ്ഞെടുത്തു എന്ന് ദൈവം തീരുമാനിച്ചു. മക്കൾ ജനിച്ചില്ല. എന്തുകൊണ്ട് ഏശാവിനെ ദൈവം സ്നേഹിച്ചില്ല എനിക്കറിയാൻ പാടില്ല. യാക്കോബിനറിയാം ദൈവം എന്നെ തെരഞ്ഞെടുത്തു. നമ്മളെക്കാൾ മെച്ചപ്പെട്ട എത്ര ആളുകൾ നമ്മുടെ അടുത്തുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇല്ലേ? എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്? നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. നമുക്കൊന്നറിയാം, ഒരു ജഡവും ദൈവസന്നിധിയിൽ, ഞാൻ എൻ്റെ ആ നല്ല ജീവിതം കണ്ടിട്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തു, എൻ്റെ വിശുദ്ധി കണ്ടിട്ട്, എൻ്റെ ഭക്തി കണ്ടിട്ട്, എൻ്റെ ദാനധർമ്മങ്ങൾ കണ്ടിട്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞ് ഒരു വ്യക്തിക്കും ഈ ലോകത്തിൽ വെച്ചോ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴോ പുകഴാനൊന്നുമില്ല. എവിടെയും പറയാനുള്ള ഒരേ ഒരു കാര്യം, കൃപയാൽ മഹാഭാവിയായത് എന്നെ അങ്ങ് രക്ഷിച്ചല്ലോ, എന്നെ തിരഞ്ഞെടുത്തല്ലോ, എന്നെ വിളിച്ചല്ലോ. ഇത് പറയുമ്പോൾ നമുക്ക് ദൈവത്തോട് കൂടുതൽ നന്ദിയുള്ളവരായി തീരാനേ നമുക്ക് കഴിയുകയുള്ളൂ. അങ്ങനെ അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാമിന്റെ ഗുണവിശേഷം കൊണ്ടൊന്നുമല്ല. യോശുവ 24-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. തൊട്ടു പറയിൽ 14-ാമത്തെ വാക്യത്തിൽ യോശുവ പറഞ്ഞു, നിങ്ങൾ നദിക്ക് അക്കരെ പാർത്തു വന്നപ്പോൾ സേവിച്ച ദൈവങ്ങളെയോ മിസ്രൈമിൽ വെച്ച് നിങ്ങൾ ആരാധിച്ച ദൈവങ്ങളെയോ വേണമെങ്കിൽ നിങ്ങൾ ആരാധിച്ചു. അപ്പോൾ അബ്രഹാമും അബ്രഹാമിന്റെ പിതാവായ തേരഹ് തുടങ്ങിയ ആളുകളൊക്കെ അക്കരെ, അതായത് വിളിക്കപ്പെട്ടപ്പോൾ അവര് വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി, അബ്രഹാമിനെ വിളിച്ചു. എന്തുകൊണ്ടാണ്? അബ്രഹാമിനെ തിരഞ്ഞെടുക്കാൻ ദൈവത്തിന് ഇഷ്ടമുണ്ടായി. വിളിക്കപ്പെട്ടവർ ആരാധിക്കണം. നമ്മൾ ഇന്നലെ കണ്ടു, സാർവത്രിക സഭയിലെ അംഗങ്ങൾ, അവരുടെ പ്രത്യേകത, രക്ഷിക്കപ്പെടുന്നവരെ ദൈവം ദിനംപ്രതി സഭയോട് ചേർത്തു. ദൈവം അവരെ വിളിച്ചു, വ്യക്തിപരമായി വിളിച്ചു, ആളാമ്പ്രതിയായിട്ട് വിളിച്ചു. ആ വിളി കേട്ട ആളുകളാണ് സാർവത്രിക സഭയുടെ അംഗങ്ങൾ. അങ്ങനെയാണെങ്കിൽ പ്രാദേശിക സഭയുടെ അംഗങ്ങളും ആരായിരിക്കണം? വിളിക്കപ്പെട്ടവരായിരിക്കണം. വ്യക്തിപരമായി കർത്താവിന്റെ വിളി കേട്ട് വീണ്ടും ജനനത്തിന്റെ അനുഭവമുള്ളവരായിരിക്കണം കർത്താവിനെ ആരാധിക്കുന്ന പ്രാദേശിക സഭയുടെ അംഗങ്ങൾ. അല്ലാത്തവരും ഈ കൂടെയൊക്കെ പലയിടത്തും കണ്ടേക്കാം. അതുകൊണ്ട് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, വിളിയുള്ളവരാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്, വിളിക്കപ്പെട്ടവർ ആരാധിക്കണം. ഒന്നാമത്തെ കാര്യം. ഞാനത് അധികം വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ആരാധിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ വിളി കിട്ടിയാൽ ആ വിളിയോട് ഒരു അനുസരണം കാണിക്കണം. ആരാധനയിൽ അനുസരണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അനുസരണം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, മോറിയ ദേശത്ത് എന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാനാ. മോറിയാമലയിൽ പോകണം. അതെന്തിനാ മോറിയയിൽ പോകുന്നത്? എത്ര മൈലാ അബ്രഹാം നടന്നത്? എന്തിനാ എത്രയും ദൂരം പോയത്? അടുത്ത കാലം പോകാൻ പാടില്ലേ? ദൈവം എന്ത് കൽപ്പിക്കുന്നോ അതനുസരിച്ച് മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ പാടുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ തന്നെ നാമം സ്ഥാപിക്കുന്ന ഒരു സ്ഥലം ദൈവം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. മോറിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവം മുന്നമേ കണ്ട സ്ഥലം എന്ന, ഫോർസീൻ ബൈ ജഹോവ എന്ന, ദൈവം മുന്നമേ കണ്ട സ്ഥലം അല്ലെങ്കിൽ ദൈവം മുന്നമേ തീരുമാനിച്ച സ്ഥലം എന്നാണ് മോറിയ എന്ന പേരിന്റെ തന്നെ അർത്ഥം. അപ്പൊ ദൈവം നേരത്തെ ഒരു സ്ഥലം കണക്കൂട്ടി വെച്ചിട്ടുണ്ട്, മോറിയ മല. എന്താ മോറിയ മലയുടെ പ്രത്യേകത? അബ്രഹാമിന് മനസ്സിലായില്ല. അവിടെ ഇസഹാക്കിന് പകരം ഒരാടിനെ അർപ്പിച്ചു. കഥ അവിടെ അങ്ങ് അവസാനിച്ചു. അബ്രഹാമിന്റെ കാലം കഴിഞ്ഞ് ഏതാണ്ട് 1000 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ശലോമോൻ ദാവീദ് ഒർന്നാന്റെ കളം വാങ്ങി എന്ന് പറയുന്നതും ഇതേ സ്ഥലം തന്നെയാണ്. ഏകദേശം 1000 വർഷങ്ങൾ കഴിഞ്ഞ, ഈ 1000 വർഷങ്ങൾക്കിടയ്ക്ക് ജീവിച്ച ആളുകൾക്ക് ഈ മോറിയയുടെ പ്രത്യേകത ഒന്നും മനസ്സിലായില്ല. പിന്നെ ദാവീദിന്റെ കാലം കഴിഞ്ഞ് ശലോമോൻ ദേവാലയം പണിതപ്പോൾ അതേ മോറിയയിലാണ് ദേവാലയം പണിതത്. വീണ്ടും 1000 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ കർത്താവായ യേശുവിനെ ക്രൂശിച്ചതും ഈ മോറിയയിലാണ്. എവിടെങ്കിലും ആരാധിച്ചാൽ പോരാ,
ദൈവത്തിന്റെ പ്രമാണമനുസരിച്ച് ദൈവം കൽപ്പിക്കുന്ന സ്ഥലത്ത് തന്നെ ആരാധിക്കണം. ആരാധനയിൽ അനുസരണം വേണം. അനുസരണം, വചനത്തോടുള്ള അനുസരണം. ഇവിടെ ഞാൻ 1 കൊരിന്ത്യർ 14 അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഇനി തിരിക്കാൻ പോവുകയാണ്. ആരാധനയിൽ ദൈവ വചനത്തോടുള്ള അനുസരണം ഉണ്ടായിരിക്കണമെന്ന് പറയുമ്പോൾ പ്രാദേശിക സഭയിലെ ആരാധനയിൽ വേണ്ട ഘടകങ്ങളെ കുറിച്ച് ഇന്നലെ നമ്മളൊന്ന് ഓടിച്ച് ചിന്തിക്കുകയുണ്ടായി. അത് ആരംഭിക്കുമ്പോൾ, ആരാധന യോഗം ആരംഭിക്കുമ്പോൾ 14 അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മതി. ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്രായേൽ മക്കളുടെ പാട്ടുകളായിരുന്നല്ലോ. നമുക്ക് ആത്മീയഗീതം ഉള്ളതുപോലെ തന്നെ അവർക്ക് 180 സങ്കീർത്തനങ്ങൾ, പാട്ടുകളാണ്. നമുക്ക് ആ ഭാഷ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങ് വായിക്കുക എന്ന് മാത്രം. അതുകൊണ്ട് നമ്മൾ സങ്കീർത്തനം എത്രാമത്തെ അധ്യായം എന്ന് പറയാറില്ലല്ലോ. പറയുമോ? സങ്കീർത്തനം 27-ാം അധ്യായം എന്ന് പറയുമോ? പറയാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? പാട്ട് ആത്മീയഗീതങ്ങളുടെ 27-ാം അധ്യായം എന്ന് ആരും പറയുകയില്ല. ശരിയല്ലേ? സങ്കീർത്തനങ്ങൾ പാട്ടുകളായതുകൊണ്ട് നമ്പരാ പറയും, എത്രാമത്തെ സങ്കീർത്തനം. അപ്പൊ ആദ്യത്തെ ഭാഗം കൂടി വരുമ്പോൾ 1-ാമത് സങ്കീർത്തനം അല്ലെങ്കിൽ 1-ാമത് പാട്ടുകൾ. ആരാധനാ യോഗം ആരംഭിക്കുമ്പോൾ പാട്ടോടുകൂടി ആരംഭിക്കണം. പാട്ടുകൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2-ാമത് സ്തുതിയും സ്തോത്രവും ഒക്കെ ഉണ്ട്. അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലുന്നു. 18-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ സ്തുതി സ്തോത്രം അല്ലെങ്കിൽ സ്തോത്രാർപ്പണം എന്ന് നമ്മൾ പറയും. നമ്മുടെ ആരാധനാ യോഗങ്ങളുടെ 2-ാമത്തെ ഭാഗം അതാണ്. 2-ാമത്തെ ഭാഗം അതാണ്. ഇനി 3-ാമത്തെ കാര്യം ഏതാണ്? 3-ാമത്തെ ധ്യാനചിന്തകൾ പറയും. 24-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ഏറിയാൽ 2-3 പേരാകട്ടെ. അന്ന് അന്യഭാഷ ഉള്ള കാലമാണ്. ഈ കൊരിന്ത്യർ ലേഖനം എഴുതിയപ്പോൾ AD 56-ൽ ഭാഷാവരം, അന്യഭാഷകളുടെ വരമൊക്കെ ഉള്ള കാലമാണ്. ആ കാലത്ത് പുതിയ നിയമം എഴുതിയിട്ടില്ല, ലേഖനങ്ങളൊന്നും എഴുതിയിട്ടില്ല. അതാത് സമയത്ത് ദൈവം നൽകുന്ന ആലോചനകൾ സഭയെ അറിയിക്കുകയാണ്. ആരാധന യോഗത്തിലും അതാത് സമയത്ത് ദൈവം നൽകുന്ന വചനം ആളുകൾ അറിയിക്കുക. 2-3 പേര് ആയിക്കൊള്ളട്ടെ ധ്യാനചിന്തകൾ പറയാനായിട്ടുള്ള ഒരു ക്രമീകരണം അവിടെയുണ്ട്. അതിനുശേഷം പിന്നെ 4-ാമത്തെ കാര്യം തിരുവത്താഴാചരണം അല്ലേ നമ്മുടെ ആരാധനകളിൽ പാട്ട്, സ്തോത്രാർപ്പണം, ധ്യാനചിന്തകൾ. 4-ാമത്തേത് തിരുവത്താഴത്തിന്റെ ആചരണം. അപ്പൊ ഈ ഭാഗത്ത് തിരുവത്താഴത്തെ കുറിച്ച് പറയുന്നുണ്ടോ? ഇടയ്ക്ക് ഒരു കാര്യം ആദ്യം പറയാൻ വിട്ടുപോയി, അവിടെ വേണം തുടങ്ങാനായിട്ട്. 11-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്ത് വായിക്കാം. 11-ന്റെ 17. ഇനി ആജ്ഞാപിക്കാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. ഇനി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇതിനു മുമ്പ് പറഞ്ഞ കാര്യത്തിന്റെ ഒരു തുടർച്ച അല്ല. ഇനി ആജ്ഞാപിക്കാൻ പോകുന്നത് വേറെ കാര്യമാണ് എന്ന് പറയുമ്പോൾ 11-ന്റെ 16 വരെ പറഞ്ഞു വന്ന കാര്യങ്ങൾ വിട്ടിട്ട് വേറെ വിഷയത്തിലേക്ക് വരിക. 11-ാം അധ്യായത്തിന്റെ 1 മുതൽ 16 വരെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സഹോദരിമാരുടെ കൂടിവരവുകളെ കുറിച്ചാണ്. അവരങ്ങനെ കൂടി വരുമ്പോൾ തലയിൽ മൂടുപടം ഇടണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരിക്കുക. 17-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പക്ഷെ അവിടെ ഇരിക്കട്ടെ, ഇനി നമ്മൾ പുതിയ വിഷയത്തിലേക്ക് വരിക. ഇനി ഞാൻ ആജ്ഞാപിക്കാൻ പോകുന്ന കാര്യത്തിൽ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. ഏത് കാര്യത്തിൽ? നിങ്ങൾ കൂടി വരുന്നതിനാൽ. നിങ്ങൾ കൂടി വരുന്നതിനാൽ. അതിന്റെ തന്നെ 18-ാമത്തെ വാക്യം നോക്കിയേ. നിങ്ങൾ സഭ കൂടുമ്പോൾ. 18-ാമത്തെ വാക്യം. 20-ാമത്തെ വാക്യം നിങ്ങൾ കൂടി വരുമ്പോൾ. 33-ാം വാക്യം കഴിപ്പാൻ കൂടുമ്പോൾ. 34-ാമത്തെ വാക്യം ഒരുമിച്ച് കൂടുന്നത്. 14-23 സഭ ഒക്കെയും ഒരുമിച്ച് കൂടുമ്പോൾ. ഇനി 26-ാമത്തെ വാക്യം നിങ്ങൾ കൂടി വരുമ്പോൾ. നിങ്ങൾ കൂടി വരുമ്പോൾ. 34-ാമത്തെ വാക്യം സർവസഭകളിലും സ്ത്രീകൾ സഭായോഗങ്ങളിൽ. അപ്പൊ ഈ വാക്യങ്ങളിലെല്ലാം സഭ നിങ്ങൾ കൂടി വരുമ്പോൾ, സഭയൊക്കെ ഒരുമിച്ച് കൂടി വരുമ്പോൾ, ഇങ്ങനെ സഭായോഗത്തെ കുറിച്ച് പറയുമ്പോൾ
അതിനിടയിലാണ് 14-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ ആരാധന എന്നുള്ള വാക്ക് കാണുന്നത്. അവിടെ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ 7 സ്ഥലങ്ങളിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ 7 സ്ഥലങ്ങളിൽ സഭ നിങ്ങൾ കൂടി വരുമ്പോൾ, സഭ എല്ലാം കൂടി ഒരുമിച്ച് കൂടി വരുമ്പോൾ ഇങ്ങനെയുള്ള ഈ വാക്കുകൾ കൊണ്ടെല്ലാം അർത്ഥമാകുന്നത് സഭയുടെ ഞായറാഴ്ചകളിലുള്ള ആരാധനാ യോഗത്തെക്കുറിച്ചാണ്. ഇത് അവസാനിക്കുമ്പോൾ എങ്ങനെയാ പറയുന്നത്? 14 ഇന്നലെ ഞാൻ ഓർപ്പിച്ചല്ലോ, 39-ാമത്തെ വാക്യത്തിൽ അവസാന വാക്യം വരുമ്പോൾ സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ആരാധനാ യോഗത്തിൽ അലങ്കോലം ഒന്നും ഉണ്ടാകരുത്. ഈ ക്രമം പാലിക്കണം. ഈ ക്രമം പാലിച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല. പാട്ടുകൾ വേണം, സ്തോത്രാർപ്പണം വേണം, ധ്യാനചിന്തകൾ വേണം, തിരുവത്താഴം വേണം, പിന്നെ വചന ശുശ്രൂഷ വേണം. ഇതെല്ലാം കൂടെ ഉണ്ടായാൽ സഭായോഗം ക്രമത്തിലാകും, അല്ലെങ്കിൽ ക്രമമില്ലായ്മയായി തീരും. അപ്പോൾ നമ്മൾ പിന്തുടരുന്ന ഈ ക്രമം സായിപ്പന്മാരുണ്ടാക്കിയതല്ല, നമ്മുടെ പിതാക്കന്മാരുണ്ടാക്കിയതല്ല. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർക്ക് മനസ്സിലായി, അവര് നമ്മളെ പഠിപ്പിച്ചതും ആചരിച്ചതുമായ കാര്യമാണ്. 17-ാം വാക്യത്തിൽ ആരംഭിക്കുന്നു, 14-39-ാം വാക്യത്തിൽ അത് അവസാനിക്കുന്നു. ഇനി ഞാനപ്പോ 3 കാര്യങ്ങൾ പറഞ്ഞു. 1 പാട്ട്, സ്തോത്രാർപ്പണം, 3 ധ്യാനചിന്തകൾ. ഇനി 4-ാമത്തെ തിരുവത്താഴമില്ലേ? തിരുവത്താഴത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു നോക്കുക. അതും 7 പ്രാവശ്യം അപ്പവീഞ്ഞികളെ കുറിച്ച് പറയുന്നുണ്ട്. 11-ാം അധ്യായത്തിന്റെ 11-ന്റെ 20-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ അത്താഴം എന്നുള്ള വാക്ക് 1, കർത്താവിന്റെ അത്താഴം. 24-ാമത്തെ വാക്യത്തിൽ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി. 25-ാം വാക്യത്തിൽ പാനപാത്രവും എടുത്തു. ആ വാക്യത്തിൽ തന്നെ വീണ്ടും പാനപാത്രം. അപ്പോൾ 4 പ്രാവശ്യമായി. 26-ാമത്തെ വാക്യത്തിൽ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോൾ, 27-ാം വാക്യത്തിൽ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുമ്പോൾ, 28-ാം വാക്യത്തിൽ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുകയും. 7 പ്രാവശ്യം അപ്പവീഞ്ഞികളെ കുറിച്ചും പറഞ്ഞിരിക്കുക. 7 പ്രാവശ്യം സഭാകൂടിവരവിനെ കുറിച്ച് പറഞ്ഞിട്ട് അത്രയും തന്നെ പ്രാവശ്യം അപ്പവീഞ്ഞികളെ കുറിച്ച് പറഞ്ഞിരിക്കുക. അപ്പൊ അതിലൂടെയും മനസ്സിലാകുന്നത് സഭായോഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തിരുവത്താഴത്തിന്റെ ആചരണം. ഇനി മറുവശം പറഞ്ഞാൽ ഈ തിരുവത്താഴം എവിടെ ആചരിക്കേണ്ടത്? തിരുവത്താഴം എവിടെ ആചരിക്കണം? സഭയിൽ ആണോ? കുറെ വിശ്വാസികൾ, മുളന്തുരുത്തിയിലെ കുറെ വിശ്വാസികൾ ഒരു യാത്ര പോവുക, 3-4 പേര് യാത്ര പോവുക. യാത്ര പോകുമ്പോൾ വണ്ടി നിർത്തിയിട്ട് മരച്ചോടിൽ വെച്ച്, ഞായറാഴ്ച രാവിലെയല്ലേ, യാത്ര ചെയ്യാനേ പാടില്ല ഞായറാഴ്ച, ഇത് കർത്തൃ ദിവസമാണ്. ഇനി ബലാൽക്കാരാണ് അങ്ങ് പോയെന്ന് വിചാരിച്ച് മരച്ചോട്ടിൽ ചെന്നിട്ട് ഒരു ബണ്ണും മേടിച്ച് കുറച്ച് സ്ക്വാഷും മേടിച്ച് അപ്പവും വീഞ്ഞും വെച്ച് ആരാധിക്കാവോ? ഇത് സഭയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ആചരണമാണ്, സഭയിലാണ് ചെയ്യേണ്ടത്. അതും ആഴ്ചവട്ടത്തിൽ 1-ാം നാളിൽ. വളരെ തെളിവായ വാക്യങ്ങളാണ്. അപ്പൊ സഭയെക്കുറിച്ച് 7 പ്രാവശ്യം പറഞ്ഞിട്ട് തിരുവത്താഴത്തെക്കുറിച്ചും 7 പ്രാവശ്യം പറഞ്ഞിരിക്കുക. ഇനി ഒടുവിലത്തെ ഭാഗം 14-ാമത്തെ വാക്യത്തിൽ, 14-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. 30-ാമത്തെ വാക്യത്തിൽ പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. ഇത് വചന ശുശ്രൂഷയാണ്. ഇന്ന് ഞായറാഴ്ചകളിലൊക്കെ നമുക്ക് സമയത്തിന്റെ കുറവുകൊണ്ട് ഒരാളെ പ്രസംഗിക്കുകയുള്ളൂ. ഒരാൾക്ക് തന്നെ ഇവിടെ ഇത്രയും സമയം കിട്ടി എനിക്ക് അത്ഭുതമായിട്ട് തോന്നുക. സാധാരണ 30 മിനിറ്റ്, 35, ഏറിയാൽ 37 ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഇവിടെ. പണ്ട് അങ്ങനെയല്ല. രാത്രിയിൽ ആരാധന, ചിലപ്പോൾ പ്രസംഗിച്ച് വൈകുന്നേരത്ത് തുടങ്ങിയാൽ തീരുന്ന എപ്പോഴാണ്? പുലരോളം. അതിനിടയ്ക്ക് ചിലരൊക്കെ ഉറക്കം തൂങ്ങി താഴെ പോവുകയും ചെയ്യും, മരിക്കുകയും ചെയ്യുമായിരുന്നു. അവർ 2-3 പേരൊക്കെ അങ്ങ് പ്രസംഗിക്കുക. കാരണം അന്ന് വചനമില്ല, ആൾക്ക് ഇങ്ങനെ കൊതിയാ കേൾക്കണം, ആവേശമാണ്, കൊതിയോടെ ഇരിക്കുകയാണ്. അപ്പൊ നോക്കണം, ആരാധിക്കുന്ന ദൈവജനം ഈ പ്രമാണം അനുസരിച്ച് വേണം ആരാധിക്കാൻ, അല്ലാതെ ആരാധിക്കാൻ. അബ്രഹാമെ വിളിച്ചു, ഞാൻ പറയുന്ന പോലെ പോയി ആരാധിക്കണം. പറയുന്ന കാര്യം 1 കൊരിന്ത്യർ 11-17 മുതൽ 14-39 വരെ പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ വേണം ദൈവത്തെ ആരാധിക്കാൻ. ആരാധനയുടെ 2-ാമത്തെ പ്രമാണമാണ്. ഇനി ഉൽപ്പത്തിയിലേക്ക് വരാം. 3-ാമത്തെ പാഠം. അപ്പോൾ അവൻ 2-ാം വാക്യം, അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതന ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. അപ്പോൾ ആരാധനയിൽ 3-ാമത്തേത് അർപ്പണം ഉണ്ടായിരിക്കണം. അർപ്പണം.
1 വിളി, 2 അനുസരണം, 3 അർപ്പണം. അവനെ ഞാൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഹോമയാഗം കഴിക്കണം. ഈ ഹോമയാഗം എന്ന് പറഞ്ഞാൽ എന്താ? ആ വാക്കുകൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത് ഹോമയാഗം. എത്ര യാഗങ്ങളുണ്ട് പ്രധാനമായിട്ടും? ആകെ മൊത്തം എത്ര യാഗങ്ങളുണ്ട്? 4+1. 4+1 4 ഈ യാഗങ്ങളൊക്കെ പഠിക്കേണ്ട വിഷയങ്ങളാണ് കേട്ടോ. യാഗങ്ങള്, പെരുന്നാളുകളൊക്കെ എന്തോരം നല്ല വിഷയങ്ങളാണതൊക്കെ. അത് പഠിച്ചാൽ നമ്മളിങ്ങനെ പുതിയ നിയമം പഠിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് എവിടെ വന്നാലും യാഗങ്ങളും പെരുന്നാളുകളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ഈ യാഗങ്ങൾ, പെരുന്നാളുകൾ ഇതൊക്കെ ഇങ്ങനെ ഈ ഉപദേശം ഒക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ പഠിക്കണം. 5 യാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. പ്രധാനമായ യാഗങ്ങൾ 5 എണ്ണം. അത് ലേവ്യ പുസ്തകം 1, 2, 3, 4, 5 അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ യാഗങ്ങളെ 2 ഭാഗമായിട്ട് തിരിക്കാം. ആദ്യത്തെ 3 യാഗങ്ങൾ സൗരഭ്യവാസനയായ യാഗങ്ങളാണ്. സ്വീറ്റ് സേവർ ഓഫറിങ്. അതിന് നല്ല സൗരഭ്യം, അതിനകത്ത് കുന്തിരിക്കൊക്കെ ഇടും. അപ്പൊ എപ്പോഴും നല്ല മണം വരും. ഒടുവിലത്തെ 2 എണ്ണം അതിനകത്ത് കുന്തിരിക്ക ഇടാൻ പാടില്ല. അത് വെറുതെ എങ്ങനെ അങ്ങ് പുകഞ്ഞാ മതി, കത്തി പുകഞ്ഞാ മതി. എന്തുകൊണ്ട് ആദ്യത്തെ 3 എണ്ണത്തിൽ കുന്തിരിക്ക ഇടേണ്ടത്? അത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആരാധനയാണ്. ദൈവം അതിൽ പ്രസാദിക്കുക. ഒടുവിലത്തെ 2 എണ്ണം പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള പാപയാகவும் അകൃതിയാகவும். അത് ദൈവത്തിന് അത്ര ഇഷ്ടമൊന്നുമല്ല, പക്ഷെ നിവൃത്തിയില്ല, ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ 3 യാഗങ്ങളുടെ പേര് ഒന്നാമത്തെ അതിന് ഹോമയാഗം, ബേൺഡ് ഓഫറിങ്. 2-ാം അധ്യായത്തിൽ ഭോജനയാഗം, അത് ധാന്യവും സാധനങ്ങളൊക്കെയാ. അത് അതിനകത്ത് ഇറച്ചിയോ ഒന്നുമില്ല, അത് വെജിറ്റേറിയനാ, ധാന്യങ്ങളൊക്കെയാണ്. അതിന് ഭോജനയാഗം, മീൽ ഓഫറിങ് എന്ന് പറയും 2-ാം അധ്യായത്തിൽ. 3-ാം അധ്യായത്തിൽ സമാധാന യാഗമാണ്, പീസ് ഓഫറിങ്. അത് ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ്. അപ്പൊ ഈ ആദ്യത്തെ 3 യാഗങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ള ആരാധനാ യാഗങ്ങളാണ്. ഒടുവിലത്തെ 2 എണ്ണം പാപയാഗം, സിൻ ഓഫറിങ്, പിന്നെ അകൃത്യയാഗം, ട്രസ്പാസ് ഓഫറിങ്. ഈ 2 എണ്ണം പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയുള്ളതാണ്. പക്ഷെ ഒരു വ്യത്യാസം, ഈ ന്യായപ്രമാണ കാലം ആരംഭിക്കുന്നത് വരെ ഹോമയാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുവരെ ഹോമയാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 5 യാഗങ്ങൾ ഏർപ്പെടുത്തിയത് മോശയുടെ കാലത്താണ്, ദൈവം പറഞ്ഞിട്ടാണ്. അതുവരെ യാഗങ്ങൾക്ക് വേർതിരിവില്ലായിരുന്നു. യാഗം അർപ്പിക്കുമ്പോൾ മുഴുവനായി അർപ്പിക്കും. ഹോമയാഗം എന്ന് പറഞ്ഞാൽ ഹോമിക്കുക. ഹോമിക്കുക എന്ന് പറഞ്ഞാൽ മുഴുവൻ കത്തിക്കുക. അതിനകത്ത് യാതൊരു ഭാഗവും ആരും എടുക്കാൻ പാടില്ല. ലേവ്യ പുസ്തകം 1-ാം അധ്യായം നോക്കിയേ. 1-ാം അധ്യായത്തിന്റെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. 3-ാം വാക്യത്തിൽ പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അർപ്പിക്കണം. പിന്നെ 9-ാമത്തെ വാക്യത്തിൽ 8-ാമത്തെ വാക്യത്തിൽ അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ഖണ്ഡങ്ങളും തലയും മേധസ്സും യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിൻ മീതെ അടുക്കണം എന്ന് പറഞ്ഞാൽ, ഈ ഒരു കാളയാണ് അർപ്പിക്കുന്നതെങ്കിൽ, പ്രാവാണെങ്കിൽ, ആടാണെങ്കിൽ അതിനെ മുഴുവനും മുറിച്ച് പീസാക്കി അതിന്റെ തോലും അതിന്റെ വാലും മുഴുവനും കൂടെ കൊണ്ട് ദഹിപ്പിക്കണം. അതിനകത്തൊന്നും എടുക്കാൻ പാടില്ല. എന്നാൽ അടുത്ത 4 യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ മുഴുവൻ അർപ്പിക്കണ്ട, യാഗപീഠത്തെ ദഹിപ്പിക്കണ്ട. നമ്മുടെ ആളുകൾ വിചാരിക്കുന്നത് യാഗങ്ങളെല്ലാം അർപ്പിക്കുമ്പോൾ ഈ കാളയാടിനെയൊക്കെ കൊന്നിട്ട് തൊലിയൊക്കെ പൊളിച്ച് മുറിച്ച് മുഴുവൻ യാഗപീഠത്തിന്മേൽ കൊണ്ട് കത്തിക്കുക. അങ്ങനെയാണ് എത്ര യാഗപീഠം വേണ്ടി വരും? ശരിയാണോ? 10,000 ലക്ഷക്കണക്കിന് ആളുകളാണ് ഉള്ളത്. അവരെല്ലാം ഇങ്ങനെ യാഗം അർപ്പിക്കാൻ തെരുതല വന്നുകൊണ്ടിരിക്കുക, ക്യൂ നിൽക്കുക യാഗം അർപ്പിക്കാൻ. കാരണം എല്ലാം പാപം ചെയ്തുകൊണ്ടിരിക്കുക. ശിക്ഷ വരാതിരിക്കണമെങ്കിൽ യാഗം അർപ്പിക്കണം, ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ യാഗം അർപ്പിക്കണം. അപ്പൊ 10,000 കാളകളെയും ആടുകളെയും ഒക്കെ കൊണ്ടുവന്നാൽ ഇതെല്ലാം യാഗപീഠത്തെ ദഹിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിന്റെ മേധസ് മാത്രം അർപ്പിച്ചാൽ മതി. മേധസ് പറഞ്ഞാൽ അറിയാമോ? ഫാറ്റേ, കൊഴുപ്പ്. നമ്മൾ ഈ ഇറച്ചിയൊക്കെ വാങ്ങുമ്പം കടക്കാരൻ നമ്മൾ എന്നാ പറയും? ഇപ്പം പ്രായമുള്ളവരൊക്കെ എന്നാ പറയും? എൻ്റെ പൊന്നു ചേട്ടാ, അയ്യോ കൊഴുപ്പ് വേണ്ടേ, കാരണം കൊളസ്ട്രോൾ അപ്പടി. 2 ഇനം കൊളസ്ട്രോൾ ഉണ്ടെന്നറിയാം. 2 ഇനം കൊളസ്ട്രോള്, നല്ല കൊളസ്ട്രോളും ഉണ്ട്, ചീത്തയുണ്ട്. HDL നല്ല കൊളസ്ട്രോളാണ്. LDL അത് മോശമാണ്. LDL കുറയ്ക്കുമ്പോൾ HDL കൂടും, HDL കൂടിയാൽ LDL കുറയും. മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കൊക്കെ അറിയാമല്ലോ അത്.
അപ്പൊ ഈ ദുർമേധസ്, അഴുക്ക് കൊളസ്ട്രോൾ നമുക്ക് വേണ്ട. ദൈവം പറയാണ് എനിക്ക് നല്ല കൊളസ്ട്രോൾ ഇങ്ങനെ തന്നേരെ. അതെന്താ ദൈവത്തിന് മേധസ് കൊടുക്കേണ്ടത്? ദൈവത്തെ എങ്ങനെ സേവിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ. ഈ നല്ല മേധസ് ഉണ്ടെങ്കിൽ അതാ ശക്തി. വെറുതെ ഇങ്ങനെ വയറും ചാടി ഈ അഴുക്ക് കൊളസ്ട്രോൾ കൂടെ കൂട്ടിയിട്ട് ഒരു ഗുണവും ഇല്ല. നല്ല കൊളസ്ട്രോൾ കൂടണം. നല്ല കൊളസ്ട്രോൾ കൂടണമെങ്കിൽ നല്ല എക്സർസൈസ് വേണം. ചുമ്മാ ചാപ്പാട് കഴിഞ്ഞേച്ച് വീട്ടിൽ ഇരുന്നാൽ ഈ നല്ല കൊളസ്ട്രോൾ ഉണ്ടാകുകയല്ല, ചീത്ത കൊളസ്ട്രോളേ ഉണ്ടാകുള്ളൂ. നല്ല കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ ദൈവം പറയാണ് എനിക്ക് നല്ല കൊളസ്ട്രോൾ ഇങ്ങനെ തരും, നിങ്ങളുടെ ശക്തി എനിക്ക് വേണം, നിങ്ങളുടെ ശക്തി കൊണ്ട് എന്നെ സേവിക്കണം. അപ്പൊ ഈ യാഗപീഠത്തിന് അർപ്പിക്കുന്നതല്ലേ കൊഴുപ്പേ ഉള്ളൂ, ഫാറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈ അർപ്പിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. ഞാൻ ഈ പ്രാവശ്യത്തെ ആത്മപ്രകാശനയുടെ എഡിറ്റോറിയലിനകത്ത് ഇതാ എഴുതിയിരിക്കുന്നത്. 13-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, നമുക്കും സ്തോത്രയാഗം അർപ്പിക്കാമെന്ന് പറഞ്ഞ അതിനകത്ത് ഈ ഭാഗം എഴുതിയിട്ടുണ്ട്. അപ്പൊ കൂടാരത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നവർക്ക് അഹോവൃത്തിക്ക് വകയുണ്ടായിരുന്നു. പുരോഹിതന്മാരെ കൃഷിപ്പണി ചെയ്യാൻ പാടില്ല, കച്ചവടം ചെയ്യാൻ പാടില്ല, ഒരു പണിക്കും പോകാൻ പാടില്ല. അവരെപ്പോഴും ഇങ്ങനെ ദേവാലയത്തിലെ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ദേവാലയത്തിലെ ജോലികൾ ചെയ്താൽ ഇവർക്ക് എന്നാ എല്ലാം കഴിക്കണ്ടേ? അവർക്കും ഭാര്യമാർക്കും മക്കൾക്കും ഒക്കെ. അഹോവൃത്തിക്കുള്ള വക എന്താ? ഭോജനയാഗം അർപ്പിക്കുമ്പോൾ വെജിറ്റേറിയൻ, കുറച്ച് യാഗപീഠത്തിന്മേൽ ഒരു കൈ ഒരു പിടി, ബാക്കി മുഴുവൻ പുരോഹിതന്മാർക്ക് കൊണ്ട് ചാപ്പിടാം. പിന്നെ സമാധാന യാഗം അർപ്പിക്കുമ്പോൾ പുരോഹിതന്മാർക്കാണ്. എല്ലാ യാഗങ്ങളുടെയും മാംസം മുഴുവൻ പുരോഹിതന്മാർക്കാണ്. നമുക്കും ഒരു യാഗപീഠം ഉണ്ടെന്നാണ്. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി, യാഗപീഠം. നമുക്കൊരു യാഗപീഠം ഉണ്ടെങ്കിൽ നമുക്കും അഹോവൃത്തിയല്ല, നമ്മുടെ എല്ലാ ആവശ്യവും ആ യാഗപീഠത്താൽ നടത്തപ്പെടും. നമ്മുടെ യാഗപീഠം ഏതാ? സമാഗമന കൂടാരത്തിലെ യാഗപീഠം എന്ന് പറയുന്നത് 5 മുഴം നീളവും 5 മുഴം വീതിയും 3 മുഴം ഉയരവുമാണ്. 5 മുഴം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 7 അടി, എന്നെക്കാളും പൊക്കമാ നീളം യാഗപീഠത്തിന്. അത്രയും വീതിയാ. ഒരു 4 അടി പൊക്കം. അതിനകത്ത് വേണമെങ്കിൽ സമാഗമന കൂടാരത്തിലെ ബാക്കി 6 ഉപകരണങ്ങൾ കൊള്ളാനുള്ള ഇടയുണ്ട്. അതിനകത്ത് പിച്ചളത്തൊട്ടി വെക്കാം, അതിനകത്ത് വിളക്ക് വെക്കാം, മേശ വെക്കാം, ധൂപപീഠം വെക്കാം, സാക്ഷ്യപ്പെട്ടകം വെക്കാം, കൃപാസനം വെക്കാം. ചുരുക്കി പറഞ്ഞാൽ സകല അനുഗ്രഹങ്ങളും ഈ യാഗപീഠത്തിന് മൂലം ഉള്ളതാണ്. യാഗപീഠം ഇല്ലെങ്കിൽ മറ്റൊരിടത്തേക്കും പ്രവേശനമില്ല. കൊച്ചുകുഞ്ഞ് ഉപദേശിച്ച് ഒരു പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടാ. പ്രാകാരത്തിൽ എൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ, യാഗപീഠമവനത്രേ എന്നും എൻ്റെ ക്ഷേയാവൻ. പ്രാകാരത്തിൽ എൻ്റെ മുമ്പിൽ യേശുവിനെ കാണുന്നു ഞാൻ, യാഗപീഠം അവനത്രേ. ആ യാഗപീഠം ഉണ്ടെങ്കിൽ എൻ്റെ അഹോവൃത്തി, യാഗപീഠമുണ്ടെങ്കിൽ എൻ്റെ ആവശ്യങ്ങളെല്ലാം നടത്തും. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ എന്താ തരാത്തത്? വല്ലതും തരാതിരുന്നിട്ടുണ്ടോ? വല്ലതും ഉണ്ടോ? കർത്താവിൽ വിശ്വസിച്ച് ഒരു അബദ്ധമായി പോയെന്ന് പറഞ്ഞ ഒരാളെയും കണ്ടിട്ടുണ്ടോ ഇതുവരെ? ഉണ്ടോ? എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം അവൻ സാധിപ്പിച്ചു തരിക. കഷ്ടതകളും ചിലപ്പോൾ വരും, നീക്കുപോക്കുകൾ തരും, അനർത്ഥങ്ങൾ വരും, വ്യസനഹേതുവായി തീരാതെ കർത്താവ് നമ്മെ സൂക്ഷിക്കും. രോഗമുണ്ടാകും, സൗഖ്യം തരും, ചിലപ്പോൾ തന്നില്ലെന്നിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് കർത്താവിനറിയാം. ആ യാഗപീഠം ഉള്ളത് കൊണ്ട് സംതൃപ്തിയോടെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയണം. ഇവിടെ ഹോമയാഗം അർപ്പിക്കാനായിട്ട് പറഞ്ഞു. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ആരാധനയിൽ നമുക്ക് പാവയാഗമല്ല അർപ്പിക്കേണ്ടത്, ആരാധനയിൽ അകൃത്യയാഗമല്ല അർപ്പിക്കേണ്ടത്, ആരാധനയിൽ സമാധാനയാഗവുമല്ല, ആരാധനയിൽ ഭോജനയാഗവുമല്ല എന്ന് പറഞ്ഞാൽ ഈ 4 യാഗങ്ങൾ അർപ്പിച്ചാൽ അർപ്പിക്കുന്ന ആളിന് കുറെ ഇങ്ങോട്ട് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അർപ്പിക്കുന്ന ആളിന് കുറെ ഭാഗം ഇങ്ങോട്ട് കിട്ടും. ഹോമയാഗം അർപ്പിച്ചാൽ ഒന്നും ഇങ്ങോട്ടില്ല, എല്ലാം ദൈവത്തിനാണ്. എന്ന് പറഞ്ഞാൽ ആരാധനയിൽ ദൈവത്തിന് കൊടുക്കുകയാണ് വേണ്ടത്. ആരാധനയിൽ എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടുകയല്ല.
നമ്മുടെ ആരാധനയുടെ മാഹാത്മ്യം അതാണ്. നിങ്ങൾ ക്രൈസ്തവ ലോകത്തിലെ മറ്റെല്ലാ ആരാധനകളും നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കേ. ഞായറാഴ്ചയുള്ള ഏത് ആരാധന എന്ന് പേരുള്ള ഏത് കൂട്ടത്തിൽ നിങ്ങൾ പോകാതിരിക്കുന്ന നല്ലത് കേട്ടോ. അന്വേഷിച്ച് നോക്കണം. അവിടെയെല്ലാം എന്താ കേൾക്കുന്നത്? തരണേ തരണേ. ആരാധന നടത്തുന്ന ആൾ എന്താ പറയുന്നത്? മഹാഭാവിയായ അടിയനോട് കരുണ തോന്നണമേ എന്നായി പ്രാർത്ഥന എന്ന് അവസാനിക്കുന്നത്. നേതാവ് മുതൽ താഴെയുള്ളവർ പറഞ്ഞത് മഹാഭാവിയായ അടിയനോട്. ഏപ്രിൽ മാസത്തിൽ ഇനി അത് തന്നെ കേൾക്കാൻ പോകുന്നത്. കരുണ തോന്നണമേ, ക്ഷമിക്കണമേ, അത് തരണമേ, ഇത് തരണമേ. ഇതൊരു കൂട്ടം ആള് പറയുമ്പോൾ അപ്പുറത്ത് വേറൊരു കൂട്ടം ആള് പറയും പരിശുദ്ധാത്മാവിനെ തരണമേ, ശക്തി തരണമേ, നിറയ്ക്കണമേ. ആരാധന എന്ന് പറയുന്നതിന്റെ ABCD മനസ്സിലാക്കാത്തതുകൊണ്ട് എങ്ങനെയൊക്കെ കേട്ടോ. ആരാധനയിൽ ഒരു ചോദ്യമില്ല, ഒരാവശ്യമില്ല, ഒരപേക്ഷയില്ല. ആരാധനയിൽ ആരാധ്യനായ ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നമ്മൾ പലതും ചോദിച്ചു മേടിക്കുക. കർത്താവെ തരണമേ എന്ന് പറയുക. ഞായറാഴ്ച തരാൻ വേണ്ടി പറയുകയല്ല, തന്നതിന് നന്ദി പറയുക. അതുകൊണ്ട് ആരാധനയെ കുറിച്ച് സാധാരണ പറയാറുണ്ട്, ആരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്ന. ഇപ്പൊ ഒരു വാക്യം ഞാൻ തെളിയിക്കാനായിട്ട് പറയാം. റോമാലേഖനം 1-ാം അധ്യായം ആരാധന എന്താണെന്നുള്ളതിന്റെ ഒരു നിർവചനം എൻ്റെ അറിവിൽ ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ. ആരാധന എന്താണെന്ന് ചോദിച്ചാൽ റോമാലേഖനം 1-ാം അധ്യായം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. ഇനി 25-ാമത്തെ വാക്യം കൂടെ. സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അപ്പൊ വിഗ്രഹാരാധികള് സൃഷ്ടികൾ ഉണ്ടാക്കി അല്ലെങ്കിൽ മനുഷ്യനുണ്ടാക്കിയ ദൈവങ്ങളെ വെച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചു. അത് തെറ്റ്. ഇനി 21-ാമത്തെ വാക്യത്തിൽ വായിച്ചത് എന്തുകൊണ്ടാണ് ആരാധന തെറ്റായി പോയത്? അവർ ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിച്ചില്ല. 2 നന്ദി കാണിച്ചില്ല. മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക എന്നാണല്ലോ. നന്ദി കാണിക്കുന്നതിന് പറഞ്ഞ വാക്കെന്താണ്? സ്തോത്രം. അപ്പൊ ജാതികൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അദൃശ്യനായ ദൈവത്തെ, ആ ദൈവത്തിന്റെ രൂപങ്ങൾ ഉണ്ടാക്കി ദൈവത്തെ ആരാധിച്ചു എന്ന് പറഞ്ഞാൽ അവര് ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ശരിയായ ആരാധന എന്താ? സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നതാണ് ആരാധന. ഇത് മറക്കരുത്. പുതിയ നിയമ ആരാധന ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുകയും 2 ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് യേശുക്രിസ്തുവിനെ തന്നതോർത്ത് നന്ദി പറയുകയും ചെയ്യുന്നതാണ് ആരാധന. അപ്പോൾ ആരാധനാ സമം സ്തുതി അധികം സ്തോത്രം. ഇത് രണ്ടുമാണ് ആരാധന. ആരാധനയുടെ ചേരുവ ഇതാ. വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങൾ വായിച്ചാൽ സഭ സ്വർഗത്തിൽ എത്തിക്കഴിയുമ്പോൾ അവിടെയും ചെയ്യുന്ന ഈ 2 കാര്യങ്ങളാണ്. ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കി സ്തുതിക്കുന്നു. 2 കുഞ്ഞാടേ നീ യോഗ്യൻ എന്ന് പറഞ്ഞ് കർത്താവിനെ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയാണ് ആരാധന. അപ്പോൾ ആരാധന അർപ്പണമാണ്. ആരാധന എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിക്കുന്നതല്ല. ആരാധനയിൽ അപേക്ഷയില്ല. നമ്മുടെ സഭകളിൽ നമുക്ക് ഇടയ്ക്ക് അറിയാതെ ചില ആളുകൾ ഈ ആരാധനയ്ക്കിടയ്ക്ക് സ്തോത്രം ചെയ്യുമ്പോൾ ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ കൊണ്ടോന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ചിലടത്ത് കേട്ട് പ്രാർത്ഥന എന്നൊരു വാക്ക് വരാൻ പാടില്ല. നമ്മുടെ ശീലം കൊണ്ട് അങ്ങനെ അങ്ങായി പോവുക. എത്ര ആയാലും ഇതുകൊണ്ട് മാറ്റാൻ ചില ആളുകൾക്ക് പറ്റുന്നില്ലെങ്കിൽ നാക്കലങ്ങ് വരികയാണ്. പഠിച്ചതേ പാടുള്ളെന്ന് പറഞ്ഞ പോലെ ഇതങ്ങ് വരിക. ആരാധനയിൽ അപേക്ഷയില്ല, ഹോമയാഗം അർപ്പിക്കുകയാണ്. അവിടെ പാപയാകമില്ല, അവിടെ സമാധാനയാകമില്ല, അവിടെ ഭോജനയാഗമില്ല, അവിടെ അകൃത്യാഗമില്ല. അവിടെ ഹോമയാഗം മുഴുവനായി ദൈവത്തിന് കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നതാണ് ആരാധന. അപ്പോൾ നമ്മൾ എത്ര കാര്യങ്ങൾ കണ്ടു? ആരാധനയിൽ വിളിയുണ്ട്, ആരാധനയിൽ അനുസരണമുണ്ട്, ആരാധനയിൽ അർപ്പണമുണ്ട്. 4-ാമത്തെ കാര്യം, ആരാധനയിൽ വേർപാടുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം. ആരാധനയിൽ വേർപാട്. 3-ാം വാക്യത്തിൽ അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി
ഹോമയാഗത്തിന് വിറക് കീറി എടുത്തുകൊണ്ട് പുറപ്പെട്ടു. 4-ാം വാക്യം. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. അപ്പൊ ദൂരെ നിന്ന് മോറിയ കണ്ടു. അപ്പൊ ഈ ബാല്യക്കാരോട് പറയാം, നിങ്ങൾ കഴുതയുമായിട്ട് ഇവിടെ ഇരുന്നു, ഞാനും ബാലനും പോയി ആരാധന കഴിച്ച് മടങ്ങി വരാം. അപ്പൊ ഈ കഴുതകളും കൂടി ഉണ്ടെങ്കിൽ നല്ലതല്ലേ? ഈ വിറക് കിട്ട് ഈ കഴുതയുടെ പുറത്തിരുന്നോളൂല്ലേ? ഇല്ലേ? പിന്നെ ഈ ചെറുക്കന്റെ പുറത്ത് അവന്റെ മുതുകിൽ വെച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? ബാല്യക്കാർ കൂടെ ഉണ്ടെ സഹായിക്കുകയല്ലേ? വേണ്ട. അബ്രഹാമും ഇസ്ഹാക്കും ആരാധിക്കാൻ പോകുമ്പോൾ ആ കൂടെ വേറെ ആരും വേണ്ട. വേദപുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ വേർപാട് എന്ന കാര്യം പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. 2-ാം ദിവസം സൃഷ്ടി എന്തായിരുന്നു? 2-ാം ദിവസം ഉൽപ്പത്തിയെ 1-ാം അധ്യായത്തിലെ 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചില്ലേ? 1-ാം ദിവസം എന്താ സൃഷ്ടിച്ചേ? ആകാശവും. 2-ാം ദിവസം വെളിച്ചം. 3-ാം ദിവസം ഞാൻ മുളന്തുരുത്തിയിലാണോ നിൽക്കുന്നത്, അതോ തമിഴ്നാട്ടിലാണോ? ഇത് നിങ്ങളുടെ കുഴപ്പമല്ല, ഒരിടത്തും അറിയാൻ പാടില്ല. ഞാൻ ഒത്തിരി സ്ഥലത്ത് തമാശയോട് ചോദിച്ചിട്ടുണ്ട്, ശരിക്കും ഉത്തരം പറഞ്ഞു ഒരിടവും ഇല്ലെന്ന് വരെ. വളരെ ലളിതമായ കാര്യമാണ്. നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകർ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിപ്പിക്കണം കേട്ടോ. ക്രമം അറിയാൻ പാടില്ലെങ്കിൽ എഴുതി എടുത്തോ, വീട്ടിൽ പോയി പഠിക്കണം. ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറയണം മുളന്തുരുത്തി സഭക്കാരാണെന്നുള്ള ഒരു ബോധ്യം വേണം. 1-ാം ദിവസം വെളിച്ചം. അതിനു മുമ്പേ പണ്ട് ആകാശഭൂമി ഉണ്ടാക്കിയതാ. ലൂസിഫറിന്റെ വരവോടെ പിശാച് ഭൂമിയിലേക്ക് വന്നതോടെ ഭൂമി പാഴുശൂന്യമായിട്ട് തീർന്നു. അതിനെ വീണ്ടും പുനർസൃഷ്ടിക്കുന്നതാണ് ഉൽപ്പത്തി 1-ാം അധ്യായം. റീക്രിയേഷനാണ്. ഭൂമി മുഴുവനും വെള്ളം കൊണ്ട് മൂടി, മൊത്തം ഇരുളുകൊണ്ട് മൂടി കിടക്കുകയാണ്. അപ്പൊ 1-ാം ദിവസം ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ. അപ്പൊ 1-ാം ദിവസം വെളിച്ചം. 2-ാം ദിവസം ഭൂമിയും അതിന് മുകളിൽ മുഴുവനും വെള്ളം കൊണ്ട് മൂടി കിടന്നപ്പോൾ ദൈവം പറഞ്ഞു കുറെ വെള്ളം മുകളിലോട്ട് പോകും, ബാക്കി വെള്ളം താഴെ കിടക്കെ. വെള്ളങ്ങൾ 2ആയിട്ട് വേർപിരിച്ചു, ഒരു വിധാനം ഉണ്ടാക്കി. ആ വിധാനത്തിന് മുകളിൽ, തട്ടിന്റെ മുകളിൽ കുറെ വെള്ളം വെച്ചു. അത് നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടാകാൻ വേണ്ടി ദൈവം അങ്ങനെ മുകളിൽ ഒരു റിസർവോയറിനകത്തൊരു ഡാം കെട്ടി സൂക്ഷിച്ചതാണെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. അതുകൊണ്ടാണ് 2-ാം ദിവസത്തെ കാര്യം പറയുമ്പോൾ മാത്രം നല്ലത് ദൈവം കണ്ടു എന്ന് പറഞ്ഞിട്ടില്ല. 1-ാം ദിവസം നല്ലത്, 3, 4, 5, 6 എല്ലാം നല്ലത്. 2-ാം ദിവസത്തെ കാര്യം പറയുമ്പോൾ നല്ലതെന്ന് കണ്ടില്ല. എന്തുകൊണ്ടാ? മനുഷ്യനെ ന്യായം വിധിക്കുന്ന ദൈവത്തിന് അത്ര ഇഷ്ടമുള്ള കാര്യമാണ്. നിവൃത്തികേടുകൊണ്ടാണ് ജലപ്രളയം വരുത്തിയത്. അപ്പൊ 1-ാം ദിവസം വെളിച്ചം, 2-ാം ദിവസം വിധാനം, 3-ാം ദിവസം ഭൂമിയിൽ ചെടികളും വൃക്ഷങ്ങളും. 3-ാം ദിവസം. മോനെ എഴുതുന്നുണ്ടോ? അറിയാമത്? ഇല്ല, എഴുതിയെടുക്കണം കേട്ടോ. ഇല്ലേ, ഉൽപ്പത്തി 1-ാം അധ്യായം വീട്ടിൽ പോയി നോക്കി കുറിച്ചു വെക്കണം. 3-ാം ദിവസം ചെടികളും വൃക്ഷങ്ങളും. 4-ാം ദിവസം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും. 5-ാം ദിവസം പറവജാതികളും ജലജന്തുക്കളും. 6-ാം ദിവസം മൃഗങ്ങളും മനുഷ്യനും. ഇതാണ് 6 ദിവസത്തെ സൃഷ്ടി. അപ്പൊ 1-ാം ദിവസം വെളിച്ചം. ഇതിനെല്ലാം ആത്മീയ അർത്ഥമുണ്ട് കേട്ടോ. ഏതാണ് വെളിച്ചം? യോഹന്നാൻ 8:12 യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. കർത്താവായ യേശു ആകുന്ന വെളിച്ചം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇരുള് മാറി, ആത്മീയ ഇരുള് മാറി, നമ്മൾ വെളിച്ചമായി, വെളിച്ചത്തിന്റെ മക്കളായി നമ്മൾ തീരുന്നു. അവരുടെ ഏറ്റവും അടുത്ത കടപ്പാട് എന്താണ്? വേർപാട്. വിശ്വസിച്ചു, സ്നാനമേറ്റു, വേർപാട്. ആരാധനയിൽ വേർപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ആരാധനയോട് ബന്ധപ്പെട്ടുള്ള ഏത് ഭാഗം ശ്രദ്ധിച്ചാലും നമുക്ക്, ഞാൻ 2 ഉദാഹരണം പറയാം. ഒന്ന്, ഉൽപ്പത്തി 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി 12-ന്റെ 1-ാം വാക്യം. നിന്റെ ദേശം ചാർച്ചക്കാര് പിതൃഭവനം. ഇനി അപ്പോസ്തല പ്രവൃത്തികളുടെ 7-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. ഇപ്പൊ വായിച്ചത് മറക്കരുതേ. 7-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. 2, 3 വാക്യം. 1 മുതൽ വായിച്ചു, 1 മുതൽ 3 വരെ.
ദൈവമായ ദൈവം പ്രത്യക്ഷനായി ദേശത്തെയും ശാസ്ത്രജ്ഞരെയും ഞാൻ കാണിച്ച ദേശത്തെയും ചെല്ലുവാൻ ഇത് അബ്രഹാം ഊരിൽ താമസിക്കുമ്പോൾ ദൈവം പറഞ്ഞ കാര്യമാണ്. ആരെയൊക്കെ വിടാനാണ് ഇവിടെ പറഞ്ഞത്? ബൈബിൾ വായിക്കാൻ നമ്മളിങ്ങനെ വരികൾക്കിടയിലൂടെ വായിച്ചു നോക്കണം കേട്ടോ. നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും 12-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞേ? ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും. അപ്പൊ എന്താ പിതൃഭവനം എന്ന് പറയാൻ കാരണം? പിതൃഭവനവുമായിട്ട് അബ്രഹാം വേർവിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി 11-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. 11-ാമത്തെ അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചു. 11-ന്റെ 27 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. ഞാൻ എഴുതിയ മാസികയ്ക്കകത്തെ ആർട്ടിക്കിൾ ഇതുകൊണ്ട്. തിരുവഴുത്തിലെ കുടുംബങ്ങൾ എന്ന് പറഞ്ഞ് 2-മതൊരു ആർട്ടിക്കിളുണ്ട്. കൂടാതെ തിരുവഴുത്തിലെ പൗരോഹിത്യങ്ങൾ എന്ന് പറഞ്ഞ് 10, 15, 25 ലേഖനങ്ങൾ ഒരു പുസ്തകത്തിൽ നിങ്ങൾ വായിക്കുക. അതാണ് അനേക വർഷങ്ങളുടെ വായനയും ധ്യാനവും കൊണ്ട് രൂപപ്പെട്ടു വന്ന കാര്യങ്ങൾ ലേഖനമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്. തിരുവഴുത്തിലെ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ആദാം എന്ന് പറയുന്ന കുടുംബങ്ങളെ കുറിച്ചുള്ള പഠനമുണ്ട്. അതിൽ കഴിഞ്ഞ പ്രാവശ്യം തേരഹിന്റെ കുടുംബമാണ്. തേരഹിനെ കുറിച്ച് ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ല. പല നാളുകൾ ഇങ്ങനെ വായിച്ച് ധ്യാനിച്ച് കിട്ടിയ ചിന്തകളെല്ലാം കൂടെ ലേഖനമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഇവിടെ തേരഹിന്റെ വംശപാരമ്പര്യമാകും. ഇത് 27-ാം വാക്യം. തേരഹ് അബ്രാമിനെയും നാഹോരിനെയും ഹാരാനെയും ജനിപ്പിച്ചു. താഴേക്കുന്ന വാക്യങ്ങളിൽ ഈ അബ്രഹാമിന്റെ അപ്പന്റെ പേര് തേരഹ്. 3 മക്കളുണ്ടായിരുന്നു: അബ്രാം, നാഹോർ, ഹാരാൻ. ഇതിൽ ഹാരാന്റെ മകനാണ് ലോത്ത്. പക്ഷേ ഈ ഹാരാൻ നേരത്തെ മരിച്ചുപോയി. അപ്പോൾ അബ്രഹാമിന് ദൈവം പ്രത്യക്ഷമായി കഴിഞ്ഞപ്പോൾ ഈ കാര്യം അബ്രഹാം അപ്പനോടും സഹോദരന്മാരോടും പറഞ്ഞു. അവരെല്ലാവരും വിശ്വസിച്ചു. നാഹോര് ഒരു വിശ്വാസിയായി തീർന്ന് യാക്കോബ് പറയുന്നുണ്ട്. കാരണം അബ്രഹാമിന് ലഭിച്ച വിശ്വാസം ആ കുടുംബത്തിലെ ആളുകളെല്ലാവരും സ്വാധീനിച്ചു. അവരെല്ലാവരും യഹോവയിൽ വിശ്വസിക്കുന്ന ആളുകളായിട്ട് മാറി. അതുകൊണ്ടാണ് അബ്രഹാമിന് ഇസഹാക്കിന് വേണ്ടി ഒരു ഭാര്യ കണ്ടെത്താനായിട്ട് എലയാസറോട് പറയുമ്പോൾ എവിടെ പോകാനാ പറഞ്ഞത്? എന്റെ ചാർച്ചക്കാരെടുക്കാൻ പോകാനാ പറഞ്ഞത്. കനാനിൽ പെണ്ണിനെ എടുക്കരുത്. എന്തുകൊണ്ടാ? 450 മൈല് പോയി വേണം ഈ പെണ്ണിനെ കൊണ്ടുവരാൻ. 450 മൈല് മരുഭൂമിയിൽ കൂടിയാ. എളുപ്പമുള്ള കാര്യമല്ല. ഇന്നാണ് 450 മൈൽ ദൂരമല്ല. അന്ന് ഒട്ടകത്തിന്റെ പുറത്താ പോകുന്നത്. ഒട്ടകം ഒരു ദിവസം നടന്ന പരമാവധി 10 മൈലേ നടക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ 450 മൈലുകൾ നടക്കണമെങ്കിൽ 45 ദിവസം അങ്ങോട്ട് പോകണം, തിരിച്ചിങ്ങോട്ട് 45 ദിവസം. ആലോചിച്ച് നോക്കിയേ. എന്നാലും വേണ്ടുകയില്ല. വിശ്വാസിയായ എൻ്റെ മകൻ എങ്ങനെയുള്ള പെണ്ണ് വേണം? എങ്ങനെയുള്ള പെണ്ണ് വേണം? എൻ്റെ അതേ വിശ്വാസമുള്ള വീണ്ടും ജനിച്ചൊരു പെൺകുട്ടി ആയിരിക്കണം. പിൻ പോയിന്റിൽ പേര് ചേർത്താൽ അപ്പ കല്യാണം എന്ന് പറഞ്ഞ് ബോർഡ് കാണും. പിൻ പോയിന്റിൽ പേര് ചേർത്താൽ അപ്പ കല്യാണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പേര് കൊടുത്താൽ, കാശ് കൊടുത്താൽ അവർ പറയും ആരെ കെട്ടണം, ആരെ കല്യാണം കഴിക്കണം. കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന യുവതീവാക്കന്മാരോട് ഞാൻ പറയട്ടെ, മാതാപിതാക്കന്മാരോട് പറയട്ടെ, വേറെ ഒരു കാര്യത്തിനും 1-ാമത്തെ പരിഗണന കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ടായി കുടുംബ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായി വരുന്നത്? ചേർച്ചയല്ലാതെ ചേർക്കുമ്പോഴാണ്. വിശ്വാസിയാണോ എന്നുള്ള കാര്യം നോക്കുകയല്ല, ഉപദേശത്തിന്റെ കാര്യം നോക്കുകയല്ല, സാമ്പത്തിക കാര്യം, കുടുംബ മഹിമയും വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും 1-ാം സ്ഥാനം കൊടുത്ത് കഴിയുമ്പോൾ ആത്മീയത പുറകെ പോവുക. അബ്രഹാമിനെ പഠിക്കണം. 450 മൈലുകൾ ഈ മനുഷ്യനെ അങ്ങോട്ട് മരുഭൂമിയിൽ കൂടെ പറഞ്ഞു വിടുകയാണ് ഒരു പെൺകുട്ടിയെ കണ്ടെത്താനായിട്ട്. യഹോവയിലുള്ള വിശ്വാസമുള്ള പെൺകുട്ടി മാത്രമേ എൻ്റെ വീട്ടിൽ വരാൻ പാടുള്ളൂ. ഈ തീരുമാനമെടുക്കുന്ന എത്ര മാതാപിതാക്കന്മാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? കുറഞ്ഞു പോവുക കേട്ടോ, കുറഞ്ഞു പോകുന്നുണ്ട്. അതിൻ്റെ ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അബ്രഹാമിന് ലഭിച്ച വിശ്വാസം ആ കുടുംബത്തെ മുഴുവൻ സ്വാധീനിച്ചു. പക്ഷെ ഇവിടെ ഒരു കുഴപ്പം പറ്റി. അബ്രഹാമിനെയാണ് ദൈവം വിളിച്ചത്. പക്ഷെ കനാനിലേക്ക് പോകാനുള്ള ഈ യാത്രയുടെ നേതൃത്വം ആരാ ഏറ്റെടുത്തത്? നോക്കിക്കേ. 31-ാം വാക്യം. തേരഹ്, അതായത് അബ്രഹാമിന്റെ അപ്പൻ തേരഹ് തന്റെ മകനായ അബ്രഹാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയെ മരുമകളായ സാറയും കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ ഹാരാൻ വരെ വന്നു, അവിടെ പാർത്തു. തേരഹിന്റെ ആയുഷ്കാലം 205 സംവത്സരമായിരുന്നു. തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. 12-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അതിന്റെ ശേഷം എന്നൊരു വാക്കുകൂടി ഉണ്ട്, വരേണ്ടതാണ്.
അതിന്റെ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തു. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ വായിച്ചു, തേരഹ് മരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. നിങ്ങൾ ഇത് ഓർത്തിരിക്കണം. ഈ അബ്രഹാമിനെ വിളിച്ചാൽ ആര് പോയാൽ മതിയായിരുന്നു? അബ്രഹാം പോയാൽ മതിയായിരുന്നു. നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും വിടാൻ പറഞ്ഞപ്പോൾ മറ്റാരെയും കൂട്ടുപിടിക്കാതെ അബ്രഹാം സാറയെ കൂട്ടിക്കൊണ്ട് യാത്ര ചെയ്യണമായിരുന്നു. ഇപ്പൊ ആരാ നേതൃത്വം? ആരെങ്കിലും റിമോട്ട് ഇരിക്കുന്നത്? അപ്പന്റെ കയ്യിലാ. നമ്മുടെ കുടുംബങ്ങളിൽ പലയിടത്തും ഈ അപ്പന്റെ അമ്മയുടെയും കയ്യിലാ മക്കളുടെ റിമോട്ട്. ശരിയാണോ? കല്യാണം കഴിപ്പിച്ച് വിട്ടാലും പിന്നെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ ഉണ്ടടി കൊച്ചേ അവൻ? എങ്ങനെ ഉണ്ടടാ അവള്? പിന്നെ അവർ കൊടുക്കുന്ന വിവരങ്ങൾ കേട്ടിട്ട് അപ്പനും അങ്ങയും ഉറഞ്ഞു തുള്ളുക. പിള്ളേർ തമ്മിൽ വഴക്ക് പിടിച്ചാൽ ആ വഴക്കെല്ലാം തീരും. സന്ധ്യങ്ങൾ കരച്ചു വന്നു ആ വാർത്താൽ അങ്ങനെ വായിക്കുന്നില്ലേ? ഉഷസിൽ ആനന്ദഘോഷം വന്നോളും. ഭാര്യയും ഭർത്താവും കൂടി എത്ര വഴക്ക് പിടിച്ചാലും ഒരു ദിവസം തന്നെ കാണുകയുള്ളൂ. അങ്ങേയറ്റം മാതാപിതാക്കന്മാർ ഇടപെട്ട് കഴിഞ്ഞാലോ? ഞാൻ ഒരുപാട് കുടുംബ പ്രശ്നങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുക. അതിൽ നല്ലൊരു പങ്ക് മാതാപിതാക്കന്മാരുടെ ഇടപെടലാണ് കേട്ടോ. നിങ്ങൾ സമ്മതിക്കലായിരിക്കും. സമ്മതിച്ചേ പറ്റൂ. പിള്ളേരെ അങ്ങ് ജീവിക്കാൻ അനുവദിച്ചേ. അവർ വഴക്ക് പിടിക്കട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതും എല്ലാം പറഞ്ഞോട്ടെ. പക്ഷെ അവർ പിന്നെയും ഏകദേഹമാണ്. മുപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോയാലും 4-ാമത്തെ ചരടും കൂടെ കയറ്റി പോകുമ്പോ ഇത് പൊട്ടിപ്പോവും. നമ്മളൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ കുടുംബകാര്യങ്ങളിൽ നമ്മുടെ മാതാപിതാക്കന്മാർ ഇടപെടും. നമുക്ക് ഇഷ്ടം ഉണ്ടായിരുന്നോ? ഇല്ല. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ തീരുമാനമെടുക്കും. നമ്മുടെ മക്കളുടെ കാര്യം വരുമ്പോഴോ ഇവിടെ ഈ തേരഹ് എന്തുകൊണ്ടായി അബ്രഹാമിനെയും സാറായെയും ലോത്തിനെയും കൊണ്ടുപോയെന്ന് അറിയാമോ? പല കാരണങ്ങൾ കാണാം. ഒന്ന്, ഈ സാറ അതിസുന്ദരിയാ, പ്രസവിച്ചിട്ടുമില്ല. അപ്പൊ ഇവൻ ഇവളെയും കൊണ്ട് പോകുന്നു. ഇവൻ കനാനിൽ പോവാന്ന് പറഞ്ഞ് പോവാ. കാണിപ്പാനിക്ക് ദേശം എന്നൊക്കെ പറഞ്ഞ് പോയി. എങ്ങോട്ടാ പോകുന്നത്? എന്റെ മകനല്ലേ. ആകപ്പാട് ഇവനെ ഞാൻ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവൻ ആരായിരിക്കും? പുറകെ സുന്ദരിയായ ഒരു പെണ്ണനെയാ. ആ പെണ്ണിനെ ആരും ഇവനെ കൊന്നുകളയും. അതുകൊണ്ട് പിള്ളേരെ കുറിച്ചുള്ള ആവശ്യമില്ലാത്ത ആകാംക്ഷ ഇന്നത്തെ മാതാപിതാക്കന്മാർക്കുള്ളത്. കഴിഞ്ഞ തലമുറയിൽ നമ്മുടെയൊക്കെ അപ്പന്മാർക്കും അമ്മമാർക്കും നമ്മളെ കുറിച്ചുള്ള ആകാംക്ഷയായിരുന്നു. നമ്മൾ വന്നപ്പോൾ നമ്മുടെ മക്കള്, അവരുടെ മക്കള് ഒരു 3 തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചു നോക്കണം. നമ്മളോ ഒന്നും കഴിക്കുകയാണ്. നമ്മൾ പട്ടിണി കിടന്നും മരുന്ന് കഴിക്കാതെ, നമ്മളിങ്ങനെ നല്ല വണ്ടിയും മേടിക്കാതെ, വീടും പണിയാതെ ഇങ്ങനെ സ്വരുക്കൂട്ടി എല്ലാം വെക്കുക. മക്കള്, അവരുടെ മക്കള് ആവശ്യമില്ലാത്ത ആകാംക്ഷയാ. തേരഹിൽ അതാ പറ്റിയത്. തേരഹ നീ വീട്ടിൽ ഇരിക്കുക, നിന്റെ മകനെ ദൈവം വിളിച്ച് അവൻ പോട്ടെ. തേരഹ സമ്മതിക്കുകയില്ല. തേരഹ് അബ്രഹാമിനെയും സാറായെയും ലോത്തിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയി. ഈ ലോത്ത് അബ്രഹാമിനെ കൂടെ കൂടിക്കൊണ്ട് ലോത്തിന് വല്ല ഗുണം, അബ്രഹാമിന് വല്ല ഗുണം ഉണ്ടായോ? തലവേദന മാറിയിട്ടില്ല. ശരിയാണോ? ഈ ലോത്തിനെയും കൂട്ടിക്കൊണ്ട് പോയത് അബ്രഹാമിന് ഇത്രയും വലിയ കുഴപ്പം വന്നത്. രണ്ടാമത്, ഈ തേരഹ് അബ്രഹാമിന്റെ ആ യാത്രയുടെ നേതൃത്വം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ അബ്രഹാമിന് യാതൊരു ഗുണവും ഉണ്ടായില്ല. നിങ്ങൾക്കറിയാമോ? അബ്രഹാമിനെ വിളിച്ച കനാനിലേക്ക് പോകാനാ. തേരഹ് എന്ത് ചെയ്യുന്നറിയാമോ? ഹാരാനിൽ വന്ന് പാർത്തതാ ഇപ്പൊ വായിക്കുന്നത്. ഹാരാനിൽ വന്ന് പാർത്തു. ഇതേക്കുറിച്ച് ദൈവദാസന്മാര് മനസ്സിലാക്കിയത്, ഈ അബ്രഹാമിന്റെ പൂർവികന്മാർ നേരത്തെ ഹാരാനിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഹാരാനിൽ താമസിച്ചുകൊണ്ടിരിക്കുക. അവിടെ വിഗ്രഹാരാധന ഒരു കേന്ദ്രമാണ്. സാമ്പത്തികമായി ഏറ്റവും ഔന്നത്യം പ്രാപിച്ച ഉച്ചകോടിയിലെത്തിയ സ്ഥലമാണ് ഹാരാൻ. അബ്രഹാം ഹാരാനിലല്ല പാർക്കേണ്ടത്, അബ്രഹാം കനാനിലേക്ക് പോകേണ്ടതാണ്. ഇനി സാഹചര്യം വെച്ച് സൂക്ഷ്മമായി പരിശോധിച്ചാൽ തേരഹ് അബ്രഹാമിനെയും സാറായെയും ലൂത്തിനെയും കൂട്ടിക്കൊണ്ട് കനാനിലേക്ക് പോകാതെ നേരെ ഹാരാനിൽ വന്ന് പാർത്തു. എത്ര കൊല്ലമാണെന്ന് അറിയാമോ? ഏതാണ്ട് 25 കൊല്ലം അവിടെ താമസിച്ചു. അബ്രഹാമിന്റെ വിശ്വാസ യാത്രയുടെ 25 കൊല്ലങ്ങൾ പാഴും ശൂന്യവുമായി പോയി. എന്താ കാരണം? വേർപാടില്ലാതെ പോയി. ആ 25 കൊല്ലത്തിനിടയിൽ അബ്രഹാം യാഗപീഠം പണിതായിട്ട് വായിക്കുന്നില്ല. 12-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അബ്രഹാം യാഗപീഠം പണിതു. ആരാധന ശരിയായില്ല. അബ്രഹാം പ്രാർത്ഥിച്ചതായിട്ട് വായിക്കുന്നില്ല. 25 വർഷത്തിൽ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷമായില്ല. 25 വർഷത്തിനിടയിൽ അബ്രഹാമിന് കുഞ്ഞുണ്ടായില്ല. നഷ്ടങ്ങൾ ഒന്നിനു പറയുന്നതായി നഷ്ടങ്ങൾ.
എന്താ കാരണം? തേരഹ്, ഞാൻ ആർട്ടിക്കിളിനകത്ത് എഴുതിക്കുന്നത് ഇത്തിൽക്കണ്ണി ബന്ധങ്ങളെന്നാണ്. ഇത്തിൽക്കണ്ണി ബന്ധങ്ങൾ. അബ്രഹാമിന്റെ കുടുംബജീവിതത്തിൽ ഒരു ഇത്തിക്കണ്ണി കയറി പിടിച്ചു. തേരഹ് സ്വന്തം അപ്പനാ, ശരിയാ. അതുകൊണ്ട് ദൈവം പറഞ്ഞു, 12-ാം അധ്യായത്തിൽ പറഞ്ഞു, തേരഹ് മരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും നീ വിടണം. നിനക്ക് വേർപാട് വേണം. നിന്റെ കുടുംബത്തിലുള്ള ആളുകളുടെ ജീവിത ശൈലി നീ പിന്തുടരാൻ പാടില്ല. നിനക്കൊരു വേർപാട് വേണം. ഇസ്രായേൽ മക്കളുടെ കാര്യം നമുക്കറിയാമല്ലോ. ബാധകൾ 10 അയച്ചു. ഈ ബാധകൾക്കിടയ്ക്ക് ഫറവോൻ മോശയോട് പറയുന്നത് എന്താ? അവര് പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കാൻ 3 ദിവസത്തെ വഴി അകലെ പോകണമെന്ന് ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് പറഞ്ഞിരിക്കുക. ഫറവോൻ കുറെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ആരാധിക്കണം നിർബന്ധമാണ്, ഒരു കാര്യം ചെയ്തു, അതിന് സൗകര്യം ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഇവിടെ സ്വോത്രമുണ്ട്, ഹല്ലേലൂയയുണ്ട്, കൈപ്പൊക്കമുണ്ട്, ഇവിടെ ആട്ടമുണ്ട്, ചാട്ടമുണ്ട്, ഛർദിലുണ്ട്, കൊരയുണ്ട്, ഇവിടെ തവള ചാട്ടമുണ്ട്, എല്ലാം. എന്തിനാ അങ്ങോട്ട്? ഇവിടെ 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 കുടിക്കോ, ഞങ്ങളുടെ കൂടെ കുടിക്കോ? ഇപ്പൊ സൗകര്യം എല്ലാം ഉണ്ടാക്കി, ഇപ്പൊ എല്ലാ സൗകര്യം ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുക. എന്നാ കാരണം? വേർപെട്ട് പോകരുത്. മോശയും അഹരോനും പറഞ്ഞു, അയ്യോ ഫറവോനെ പറ്റത്തില്ല, ഞങ്ങൾ പോയേ പറ്റുള്ളൂ. അല്ല, നിർബന്ധമാണ്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പുരുഷന്മാർ തന്നെ പോയി ആരാധിച്ചിട്ട് വാ. പുരുഷന്മാർ പോയാൽ ഫറവോൻ അറിയാം, കാരണം കെട്ടുപിടിയാ കിടക്കുന്നത്, ഇവിടെ തിരിച്ചു വരുമെന്നറിയാം. ഭാര്യമാരില്ലാതെ ഇവരെങ്ങനെ ജീവിക്കും? പിന്നെ പറഞ്ഞ കാര്യം ചെയ്യും, സഹി കെട്ടപ്പോ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പോവുകയാണെങ്കിൽ നിങ്ങൾ പൊക്കോ, കന്നുകാലികൾ ഇവിടെ നിൽക്കട്ടെ, കന്നുകാലികൾ സമ്പത്ത്. മോശ പറഞ്ഞ് പറ്റുകയില്ല, ഒരു കുളമ്പ് പോലും ശേഷിക്കാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ, ദേശത്ത് വെച്ച് ആരാധിച്ചോ, അതിദൂരത്ത് പോകരുത്, സ്ത്രീകളെ ഇവിടെ നിർത്തിയിട്ട് പോകണം, കന്നുകാലികളെ നിർത്തിയിട്ട് പോകണം. മോശ പറഞ്ഞ് പറ്റുകയില്ല. വേർപാടെന്ന് പറഞ്ഞാൽ സമ്പൂർണമായിരിക്കണം. ഇത്രയും പറഞ്ഞതിനെ വിളിച്ചത് ഞാൻ ചോദിക്കട്ടെ, ഈ വേർപാടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേർപാടെന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ വേർപാട് എത്ര നാളായി നമ്മൾ കേൾക്കുന്നത്? വേർപാടെന്ന് പറയുന്നത് നമ്മളെ കുറിച്ചാണ് വേർപാടുകാരെന്നാ പറയുന്നത്. എന്ത് വേർപാടെന്ന് പറഞ്ഞാൽ? ചിന്തിച്ചിട്ടുണ്ടോ വേർപാടെന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത്? വിശുദ്ധി, പഴയതുണ്ടായിരുന്നെല്ലാം കളയണം. പഴയതുണ്ടായിരുന്നെല്ലാം കളയണം. എന്ത് വേർപാടെന്ന് പറഞ്ഞാൽ? എന്നേ പഴയതുണ്ടായിരുന്നത്? നമുക്ക് ആകെ അറിയാവുന്നത് മാലയും കമ്മലും വളയും. ശരിയാണോ? നമുക്ക് ആകെ വേർപാടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് മാല ഇടാൻ പാടില്ല, കമ്മലിടാൻ പാടില്ല, വളയിടാൻ പാടില്ല, പിന്നെ ഇതൊക്കെയാണ് വേർപാട്. വേറെ ചില ആളുകൾ പറയും മീശ വെക്കാൻ പാടില്ല. ഈയിടെ ഉപദേശിച്ചോടത്ത് പ്രസംഗിച്ചു, മീശ വെക്കാൻ പാടില്ല. ചെറുപ്പക്കാർ ചോദിച്ചു, ഉപദേശി തെളിവല്ലോ ഉണ്ടോ? തെളിവേ ഉള്ളൂ. അപ്പൊ ചോദിച്ചു, എവിടാ? ഹോമയാഗത്തിന് മൃഗത്തെ യാഗം അർപ്പിക്കുമ്പോൾ തോലുരിക്കണമെന്നാ. ഞങ്ങളുടെ അടുത്തൊരു സമയം പ്രസംഗിച്ച തോലുരിക്കണം, അപ്പം കളറുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല. ഇതൊക്കെ വേർപാടെന്ന് ഇങ്ങനെ നമ്മൾ സങ്കല്പിച്ചു വരുന്നത്. ഇതൊന്നുമല്ല വേർപാട് കേട്ടോ. വേർപാട് എന്താണെന്ന് എൻ്റെ അറിവിൽ ഒരു വാക്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിർവചനം, ഡെഫിനിഷൻ ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അത് വെളിപ്പാട് പുസ്തകത്തിലാണ്, 2-ാം അധ്യായത്തിലാണ്. വേർപാട് എന്താണെന്നുള്ളതിൻ്റെ ഒരു നല്ല വിശദീകരണം, ഒരു നിർവചനമാണ്. എഫെസോസിലെ സഭയോട് പറഞ്ഞിട്ടുണ്ട്. അതായത് 6-ാമത്തെ 6ഉം 7ഉം വാക്യങ്ങൾ. മതി. നിക്കോലാവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കൊണ്ട്, അത് ഞാനും. നിക്കോലാവ്യരെന്ന് പറഞ്ഞാൽ ഈ ആളുകളെ ഇങ്ങനെ താണവരായിട്ട് കാണുന്ന ഒരു കൂട്ടം ആളുകളാണ് നിക്കോലാവ്യർ. ലുക്കിംഗ് ഡൗൺ ഓൺ പീപ്പിൾ. ആളുകളെ എന്ന് പറഞ്ഞാൽ ഈ പട്ടക്കാരും അയ്മേനികളും, എളുപ്പത്തിൽ പറഞ്ഞാൽ സഭാ നേതാക്കന്മാരും ഭരണാധികാരികളും അല്ലാത്തവര് താഴെയുള്ളവരും. അങ്ങനെ ജനത്തെ 2 തട്ടാക്കി തിരിക്കുന്ന പ്രവണതയ്ക്കാണ് നിക്കോലാവ്യ മതം എന്ന് പറയുന്നത്. അപ്പൊ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ചിന്താഗതി.
യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ആരെയും ആദരിക്കാത്ത ഒരു ദേമത്രയോസ് നിങ്ങളുടെ ഇടയിലുണ്ട്. അവൻ ഇഷ്ടമില്ലാത്ത ആളുകൾ സഭയിൽ നിന്ന് മുടക്കുക. ഞങ്ങൾ വന്നാൽ ഞങ്ങളെ മോൻ ദുർവാക്ക് പറയും എന്ന് പറഞ്ഞാൽ അവർ ഏകാധിപതിയാ. മറ്റുള്ളവരെല്ലാം എന്റെ കീഴെ നിന്നാ മതി. ഞാൻ മൂപ്പനാ, അല്ലെ ഞാൻ ബിഷപ്പാ, ഞാൻ അച്ഛനാ, ഞാൻ പാസ്റ്ററാ, ഞാൻ പറഞ്ഞത് കേട്ടാ മതി, എന്റെ വാക്കാണ് അവസാന വാക്കെന്ന് പറയുന്ന ചിന്താഗതിയാണ് നിക്കോലാവ്യ മതം. അപ്പൊ കർത്താവ് പറയാ, എഫെസോസിലെ സഭയിൽ ഈ ചിന്താഗതിയുമായിട്ട് ആളുകൾ വന്നപ്പോൾ സഭയിലെ ആളുകൾ പറഞ്ഞു, ഇത് ഇവിടെ നടക്കുകയല്ല. കാരണം എന്താ? ഞങ്ങൾ സഹോദരന്മാരാ, ഞങ്ങളുടെ മുകളിൽ കയറി ഭരിക്കാനൊന്നും ഞങ്ങൾ ആരെയും സമ്മതിക്കില്ല. എന്നിട്ട് കർത്താവ് പറയാ, നിക്കോലാവ്യരുടെ നടപ്പ് നീ പകച്ചു എന്നൊരു നന്മ നിന്നെ കുറിച്ച് പറയുന്നു. എന്തുകൊണ്ടാണ് നീ ഇത് പകച്ചത്? നിക്കോലാവ്യരുടെ ഈ രീതി എന്തുകൊണ്ടാണ് എഫെസോസിലെ സഭ പകച്ചത്, അല്ല എതിർത്തത്? ഇപ്പൊ വായിച്ചായിരുന്നു. ഇപ്പൊ ഇവിടെയുണ്ട്. ഇപ്പൊ വായിച്ചെടുത്ത് ഞാനും പകയ്ക്കുന്നു. നിക്കോലാവ്യരുടെ നടപ്പിനെ എഫെസോസിലെ സഭ അംഗീകരിക്കാതിരുന്നതിന് കാരണം കർത്താവ് അതിനെ പകച്ചു. അപ്പോൾ വേർപാടെന്ന് പറഞ്ഞാൽ കർത്താവ് പകയ്ക്കുന്നതിനെ നമ്മളും പകയ്ക്കണം, കർത്താവ് വെറുക്കുന്നതിനെ നമ്മളും വെറുക്കണം, കർത്താവ് സ്നേഹിക്കുന്നതിനെ നമ്മളും സ്നേഹിക്കും. ഇതാണ് വേർപാട്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് പറ്റുമോ, യോജിക്കുമോ, അംഗീകരിക്കാമോ, സ്വീകരിക്കാമോ, കഴിക്കാമോ, കുടിക്കാമോ, ധരിക്കാമോ, ഇത് ചെയ്യുമ്പോൾ സഭയിലെ മൂപ്പന്മാര് എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് വേണം വേണ്ടെന്ന് വെക്കാൻ പാടില്ല. ഇത് കർത്താവിന് ഇഷ്ടമാണോ? ഞാൻ കൂട്ടുകാർ എല്ലാം കൂടി കമ്പനി അടിച്ച് പോകുമ്പോൾ കൂടെയുള്ള എല്ലാവരും മദ്യം കുടിക്കുന്നു. നമ്മളെയും കൂടെ നിർബന്ധിക്കുന്നു, ഒന്ന് ശകലേ കുടിക്കാവോ? സകലവും ശോധന ചെയ്തിട്ട് നല്ല നോക്കി കുടിക്കാനാണോ പറഞ്ഞിരിക്കുന്നത്? ആണോ? ആണോ? ഇല്ല. കർത്താവെ, ഞാൻ ഈ മദ്യം കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമാണോ? കർത്താവ് എന്തു പറയും? ചോദിക്കുന്ന പുസ്തകത്തിൽ എഴുതി തന്നിട്ടില്ലേ? മദ്യപാന ദൈവരാജ്യം അവകാശമാക്കുന്നത് പറയും. പിന്നെ എന്തിനാ ചോദിക്കുന്നത്? കർത്താവെ, എനിക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായമായി, തിരിഹിതം മാത്രം നടന്നാൽ മതി. പിന്നെ ആ പെണ്ണ് ഒരു BSc നേഴ്സാ, അവള് അയർലൻഡില്ല ജോലി, കല്യാണം കഴിച്ചാൽ നല്ലതായിരുന്നു, അവളെ കൂടി രക്ഷിക്കപ്പെടുത്തിയൊക്കെ ഇങ്ങനെ എടുക്കായിരിക്കും, ഞാൻ കെട്ടിക്കോട്ടെ. കർത്താവ് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തുകൊണ്ടില്ല? എന്തുകൊണ്ടായില്ലാതെ? റിവീൽഡ് വിൽ ഓഫ് ഗോഡ് ഈസ് ദെയർ. ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് വചനത്തിൽ ചില കാര്യങ്ങൾ ഇല്ലേ? വിശ്വാസി അവിശ്വാസിയുമായി ഇണയില്ലാപ്പണ കൂടാൻ പാടില്ല. ദൈവം വെറുക്കുന്നു. ദൈവം വെറുക്കുന്നതിനെ ഞാനും വെറുക്കണം, ദൈവം സ്നേഹിക്കുന്നതിനെ ഞാനും സ്നേഹിക്കണം. ഇതാണ് വേർപാട്. അബ്രഹാമിന്റെ കൂടെ ഈ തേരഹ് യാത്ര പുറപ്പെട്ട് 25 കൊല്ലം പാഴാക്കി കളഞ്ഞപ്പോൾ ദൈവം അതിനെ വെറുത്തതാണ്. പിതൃഭവനത്തെയും ദേശത്തെയും വിടാൻ പറഞ്ഞപ്പോൾ വിട്ടിട്ട് അബ്രഹാം ഒറ്റയ്ക്ക് പോകേണ്ടതായിരുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ആരാധനകളിൽ ഈ വേർപാട് അടിയന്തിരമാണ്, അത്യാവശ്യമാണ് എന്ന് ഇവിടെ അബ്രഹാമിന്റെ സംഭവത്തിൽ തെളിയിച്ചിരിക്കുക. ഇപ്പൊ നമ്മൾ എത്ര കാര്യങ്ങൾ കണ്ടു? 4 5 4. ഇനി 5-ാമത്തേത്, 3-ാമത്തെ വാക്യം. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി, ഹോമയാഗത്തിന് വിറക് കീറി എടുത്തുകൊണ്ട് പുറപ്പെട്ടു. അബ്രഹാം ആരാധനയ്ക്ക് പോകുന്ന എപ്പോഴാണ്? നമ്മളോ? സ്ഥിരമായിട്ട് സഭയിൽ താമസിച്ചു വരുന്ന ഒരു സഹോദരനോട് നിവൃത്തിയില്ലാഞ്ഞോണ്ട് ഞാൻ താമസിച്ചു പോയത് കേട്ടോ. ഇത്രയും ദൂരെ യാത്ര ചെയ്ത് ബസ്സൊക്കെ പിടിച്ച് വരികയല്ല, രാവിലെ എഴുന്നേറ്റ് കുറെ നടന്നൊക്കെയാ ബസ് പിടിച്ചു വന്നത്. ആരാധനയ്ക്ക് താമസിച്ചില്ലത് എനിക്കൊരു സങ്കടമുള്ള കാര്യമാണ്. മദ്രാസിലൊരു അച്ഛൻ ഡോക്ടർ ജസ്റ്റിസ് സാമുവൽ, അദ്ദേഹം പറയുമായിരുന്നു, ലേറ്റ് കമേഴ്സ് ആർ ഇൻസൾട്ടിങ് ഗോഡ്. താമസിച്ചു വരുന്ന ഒരു ദൈവത്തിന് ഇറിറ്റേഷൻ ഉണ്ടാക്കാറ് ശരിയാണ്. അതുപോലെ ആരാധനയും കഴിഞ്ഞ് ഈ തിരുവത്താഴം കഴിഞ്ഞ് ഇറങ്ങി പോകുന്ന ആളുകളും ദൈവത്തെ ഇൻസൾട്ട് ചെയ്യുക. അങ്ങനെ പോകാവോ? ഒരു കോടതിയിൽ പോയാൽ എത്ര മണി വരെ ഇരിക്കണം? 5 മണി വരെ. കോടതി വിധിതം വരെ അവിടെ ഇടയ്ക്ക് ജഡ്ജി വിധി ഒന്നും പറയുന്നില്ല, ഞാൻ പോയി എനിക്ക് കല്യാണമാണെന്ന് പറഞ്ഞ് പോവോ? കോടതി അലക്ഷ്യം അകത്ത് കിടക്കും. ആരാധനവും തീരുന്നത് ഒരു പ്രാർത്ഥനയോടുകൂടെ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴാണ്, വചനശുശ്രൂഷയും പ്രാർത്ഥനയും കഴിയുമ്പോൾ ആരാധനാ യോഗം തീരുന്നത്. അതാണ് നമ്മൾ 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ കണ്ടത്. തിരുവത്താഴം കഴിഞ്ഞ് പോകുമ്പോൾ യൂദാ പോയ പോലെ ആയി പോകും. അപ്പകണ്ണം വാങ്ങി ഭക്ഷിച്ചു. അപ്പോൾ ഇരുട്ടായിരുന്നു, അവൻ ഇരുട്ടിലേക്ക് അങ്ങ് പോയി. പോകാൻ പാടില്ല, ഒരു കാരണവശാലും
ആരാധന യോഗത്തെ അലക്ഷ്യമാക്കാൻ പാടില്ല, ഇടയ്ക്ക് പോകാൻ പാടില്ല. അധികാലത്ത് എഴുന്നേറ്റു. ഞാൻ പറഞ്ഞൊരു സഹോദരൻ എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹം സ്ഥിരമായി താമസിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ എല്ലാ ഞായറാഴ്ചയും താമസിക്കും? വല്ലപ്പോഴും താമസിച്ചാൽ മനസ്സിലാകാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞായറാഴ്ച നല്ല പോത്തിറച്ചി കിട്ടുന്നത്. ഇപ്പൊ ഞാൻ ചോദിച്ചു, പോത്തിറച്ചി വീട്ടിൽ കൂടെ ഫ്രിഡ്ജ് വെച്ചു പോന്നാൽ പോരായിരുന്നു? ഇല്ല, ഉച്ചയ്ക്ക് ചെല്ലുമ്പോഴത്തേക്ക് കഴിക്കണം. അതിന് രാവിലെ പോത്തിനെ അറക്കുന്നതിനെ വരെ നോക്കി നിന്ന് പോത്തിറച്ചി മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി നോക്കണം. ഭാര്യ സമ്മതിച്ചു കൊടുക്കണം, അല്ലേ? ഇത് ഞാൻ കഴിക്കാനുള്ളതെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ പോത്തിറച്ചിയിൽ ഇറങ്ങുകയില്ല, പോത്തിറച്ചിയിലെ കഴിക്കാൻ പറ്റില്ല. ഞായറാഴ്ച രാവിലെ അത് കാലത്ത് എഴുന്നേൽക്കുന്നില്ല, വേദപുസ്തകം വായിക്കുന്നില്ല, ധ്യാനിക്കുന്നില്ല, കുടുംബ പ്രാർത്ഥനയില്ല, പോത്തിന്റെ പുറകെ പോവുക. അധികാലത്ത് എഴുന്നേറ്റു. ആരാധനയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹമേ, ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും എന്ന് കോരഹപുത്രന്മാർ പ്രാർത്ഥിച്ചു. നമ്മുടെ പ്രാർത്ഥന എന്താ? ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് വീട്ടിലോട്ടൊന്ന് പോരാൻ ഇടയാകും. ശരിയാണോ? അവര് പ്രാർത്ഥിച്ചത് എപ്പോൾ എനിക്ക് ദൈവസന്നിധിയിൽ ചെല്ലാൻ ഇടയാകും. വലിയ വാഞ്ച, ആഗ്രഹം, എങ്ങനെയും ദൈവസന്നിധിയിൽ ചെല്ലണം. രാജാവ് വരിക, രാജാവിനെ കാണാൻ പോവുക. നമ്മുടെ ഇടയിൽ ഒരു വലിയ മിഷണറി പണ്ഡിതനുണ്ടായിരുന്നു, ഹാൻലിബേർഡ് എന്നാ പേര്. ഇന്ത്യയിലെ പ്രതികാര വേദപുസ്തകം ആധികാരികമായി പഠിപ്പിച്ച ഏറ്റവും വലിയ പണ്ഡിതനാണ് അദ്ദേഹം. കുന്നംകുളത്തൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം സൂട്ട് ധരിച്ച് ആരാധനയ്ക്ക് പോകുള്ളൂ, ഫുൾ സൂട്ട് ടൈയൊക്കെ കിട്ടി ആരാധനയ്ക്ക് പോകുള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ രാജാവിനെ കാണാൻ പോവുക. രാജാവിനെ കാണാൻ പോകുമ്പോൾ ഈ മുഷിഞ്ഞ വസ്ത്രമൊന്നുമായിട്ട് എല്ലാവരും സൂട്ടിട്ട് പറയാനല്ല ഞാൻ പറഞ്ഞ കേട്ടോ. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ്. എന്ന് പറഞ്ഞാൽ രാജാവിനെ ദർശിക്കാൻ പോവുക, അതിന് പറ്റിയ നിലയിൽ വേണം പോകാൻ. അധികാലത്തെ എഴുന്നേറ്റു, ഒരുങ്ങി. എന്റെ നേരത്തിന് 9:00 ആരാധന തുടങ്ങുമ്പോൾ 9:45 വരികയല്ല, നേരത്തെ വന്നിരിക്കുക. ആരാധനയ്ക്ക് അതിരാവിലെ എഴുന്നേറ്റു. പിന്നെ വിറക് കീറി. വീട്ടിൽ എന്തുമാത്രം ജോലിക്കാരുണ്ടായിരുന്നു. എടാ ചാക്കോ, തോമ, അങ്ങോട്ട് പോയാൽ വിറക് കീറി വെച്ചേക്കാൻ പറഞ്ഞാൽ പോരെ? അബ്രഹാം തന്നെ പോയി വിറക് കീറി. ആരാധനയ്ക്ക് വരുന്ന ദൈവമക്കൾ എന്ത് ചെയ്യണം? കീറേണ്ട ഒരു സാധനമുണ്ട്. എന്താ? ഹൃദയത്തെ കീറുകയല്ല, വചനം. വചനം. പൗലോസ് അതേക്കുറിച്ച് പറയുമ്പോൾ 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. സത്യവചനത്തെ യഥാർത്ഥമായി കീറണം, യഥാർത്ഥമായി വിഭജിക്കണം. ദൈവവചനം വായിക്കണം, ദൈവവചനം ധ്യാനിക്കണം. കർത്താവിന്റെ ക്രൂശിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകണം, ധ്യാന ചിന്തകൾ ഉണ്ടാകണം. ആരാധനയ്ക്ക് ചിന്ത പറയാൻ വേണ്ടി മാത്രമല്ല, സഹോദരിമാരും സഹോദരന്മാരും തിരക്കുകളുടെ ഒക്കെ മധ്യത്തിൽ അതിരാവിലെ എഴുന്നേൽക്കണം, ദൈവവചനം ധ്യാനിക്കണം, ക്രൂശിനെ ഓർക്കണം. ക്രൂശിന്റെ കുറിച്ചുള്ള ധ്യാന ചിന്തകൾ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നിറയണം. അധികാലത്ത് എഴുന്നേറ്റു, സ്വയമായിട്ട് വിറക് കീറി ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കവും ആവേശവും. അപ്പോൾ തന്നെ നാം ഓർക്കണം, സ്വന്തം മകനെ യാഗമർപ്പിക്കാൻ പോവുകയല്ലേ? അല്ലേ? ആണോ? ആ ഹൃദയത്തിൽ ഏതാണ്ട് 10-15 വയസ്സ് അടുത്ത് കാണും ഇസഹാക്കിന്. ആ സമയത്ത് ഒരേ ഒരു മകൻ, വാഗ്ദത്ത സന്തതി. ഇസ്മായിലിനെ അർപ്പിക്കാൻ പറഞ്ഞാൽ സന്തോഷമാകുമായിരുന്നു. എന്നാൽ ഇസഹാക്കിനെ യാഗമർപ്പിക്കാൻ പറയുമ്പോൾ കീറി മുറിഞ്ഞ ഹൃദയം, താങ്ങാനാവാത്ത ഹൃദയവേദന. ദൈവമേ, ഞാൻ എങ്ങനെ ആ കാര്യം ചെയ്യും? ഒരു പിതാവായ ഞാൻ എൻ്റെ മകന് വേണ്ടി ഒരു ബലിപീഠം ഉണ്ടാക്കുക, ആ ബലിപീഠത്തിൽ അവനെ പിടിച്ചു കെട്ടി കിടത്തുക, ഞാൻ കരുതിയിരിക്കുന്ന കത്തി അവനെ കഴുത്തിൽ കുത്തി ഇറക്കി അവനെ കൊല്ലുക, ഇതെങ്ങനെ സഹിക്കാൻ പറ്റും? ആ മനോവേദന ഉണ്ടെങ്കിലും അധികാലത്ത് എഴുന്നേറ്റു മകനെ യാഗമർപ്പിക്കാൻ വേണ്ട യാഗപീഠത്തിന്റെ വിറകുകൾ അദ്ദേഹം കീറി. നമ്മുടെ ഹൃദയങ്ങൾ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയങ്ങൾ കത്തിക്കൊണ്ടിരിക്കണം. നമ്മുടെ രക്ഷകനെ ഓർക്കുമ്പോൾ രാവിലെ ധ്യാന ചിന്തകൾ നമ്മൾ കേൾക്കാൻ കഴിഞ്ഞല്ലോ. അന്യന് വേണ്ടി ജാമ്യം നിൽക്കുന്നവൻ അത്യന്തം വ്യസനിക്കും. നമുക്ക് വേണ്ടി ജാമ്യം നിന്ന് അയ്യോ പറഞ്ഞു, എന്റെ ജാമ്യക്കാരൻ സ്വർഗത്തിലുണ്ട്. നമ്മുടെ ജാമ്യക്കാരൻ അവൻ എന്തുമാത്രം വേദനിച്ചു, ജാമ്യം നിന്നതിനാൽ അവൻ എന്തുമാത്രം കഷ്ടത അനുഭവിക്കാനിടയായി, അവൻ എന്തുമാത്രം പീഡിപ്പിക്കപ്പെട്ടു, അവൻ അന്യായമായി പകയ്ക്കപ്പെട്ടില്ലേ, അവൻ ജഡവും രക്തവും ധരിച്ച് വരാനിടയായില്ലേ. ഈ ചിന്തകളൊക്കെ, അത് പറഞ്ഞ ആളുകളൊക്കെ ദൈവവചനം വായിച്ചപ്പോൾ അവരുടെ ഹൃദയങ്ങൾ, അവരൊക്കെ വചനം ഇങ്ങനെ കീറി മുറിക്കുകയായിരുന്നു. നമ്മുടെയും അനുഭവത്തിൽ ഇത് കീറണം, വചനത്തെ ധ്യാനിക്കണം, ആരാധനയ്ക്ക് വരണം. ഇനി അധ്യായത്തിൽ മുഴുവൻ ഇങ്ങനെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 5-ാമത്തെ വാക്യം, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചും മടങ്ങി വരാം. ആരാധന കൂട്ടായ്മ ഉണ്ടാകണം. എഴുന്നേറങ്ങി എഴുതി കൊടുത്താൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാനും മകനും, ഞാൻ പോയി ആരാധിച്ചു വരാമെന്നല്ല, ഞാനും മകനും.
ദൈവമക്കൾ തമ്മിലുള്ളതായ ബന്ധം, സ്നേഹം, കൂട്ടായ്മ അത് ആരാധനയിൽ അത്യാവശ്യമാണ്. ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. എന്താ ഉറപ്പ്? മകനെ കൊല്ലാൻ പോവല്ലേ? യാഗമർപ്പിക്കാൻ പോവല്ലേ? പക്ഷേ അവന് യാഗമർപ്പിച്ചാൽ ആ കത്തി അമർന്ന ചാരത്തിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ എൻ്റെ മകനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് കഴിയും എന്നുള്ള വിശ്വാസം. ഇനി ആ 22-ാം അധ്യായം അവസാനിക്കുന്നത് എങ്ങനെയാണ്? 22-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ 20 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം മിൽക്കയും നിന്റെ സഹോദരനായ നാഹോരിന് മക്കളെ പ്രസവിച്ചിരിക്കുന്ന അബ്രഹാമിന് വർത്തമാനം കിട്ടി. അവർ ആരെന്നാൽ ആദ്യജാതൻ ഊസ്, അവന്റെ അനുജൻ ബൂസ്, ആരാമിന്റെ പിതാവായ കെമുവേൽ, കേശേദ്, ഹസോ, പിൽദാദ്, ഇദഥാദ്, ബെഥുവേൽ റിബേക്കയെ ജനിപ്പിച്ചു. 22-ാം അധ്യായം അവസാനിക്കുമ്പോൾ റിബേക്ക, 22-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഇസഹാക്കും അവന്റെ യാഗവും, അവസാനിക്കുമ്പോൾ റിബേക്ക. തമ്മിലുള്ള ബന്ധം എന്താ ബന്ധം? കർത്താവായ യേശു എന്ന ഇസഹാക്ക്, ഏകജാതനായ പുത്രൻ, ഒരാട്ടിൻകുട്ടിയെ പോലെ അവർ യാഗമായി തീർന്നു, ഒരിക്കൽ മരിക്കാനിടയായി. നമ്മുടെ ആരാധനയുടെ കേന്ദ്ര വിഷയം കർത്താവായ യേശു എന്ന ആ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇസഹാക്കിന് പകരമായിട്ട് കൊല്ലപ്പെട്ട ആട് ഒരിക്കൽ കൊല്ലപ്പെട്ടെങ്കിൽ അവസാനിക്കുമ്പോൾ ഇസഹാക്കും റിബേക്കയും തമ്മിലുള്ള മനോഹരമായ വിവാഹത്തിലേക്ക് ഈ കഥ നീങ്ങുകയാണ്. 24-ാം അധ്യായത്തിൽ വിവാഹം നടക്കുകയാണ്. ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. നമ്മുടെ ആരാധനയുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ: 1, കർത്താവ് മരിച്ചു. 2, കാന്തയാകുന്ന റിബേക്കയെ ചേർക്കാൻ അവൻ മടങ്ങി വരും. അവൻ വരുവോളം നമ്മുടെ ആരാധനയിൽ പ്രത്യാശയുണ്ട്. ഓരോ ആരാധന വേളയിലും നമ്മുടെ കർത്താവിന്റെ വരവിനെ നാം ഓർക്കുന്നു. ഓരോ തിരുവത്താഴ് ആചരണത്തിലും നമ്മുടെ കർത്താവിന്റെ മരണത്തെയും അവന്റെ വീണ്ടും വരവിനെയും നാം ഓർക്കുന്നു. ആ ഇസഹാക്കും റിബേക്കയും ഒരുമിച്ച് ചേരും. ആ ചേരുന്ന നാളുകൾ ഏതാണ്ട് അടുത്ത് വന്നിരിക്കുക. ആത്മഗുണവാളനായ നമ്മുടെ കർത്താവ് സാക്ഷാൽ ഇസഹാക്ക് എത്രയും വേഗം മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരും. കാന്തയാകുന്ന റിബേക്കയെ, നാം ഉൾപ്പെടുന്ന ദൈവസഭയാകുന്ന റിബേക്കയാകുന്ന കാന്തയെ തൻ്റെ അടുക്കിലേക്ക് ചേർത്ത് കൂടാരത്തിലേക്ക് അവൻ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുക. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർക്കും. ആരാധനയുടെ പൂർത്തീകരണം കാന്തയുമായി ഒരുമിച്ച് ചേരുന്നതാണ്. 22-ാം അധ്യായത്തിൽ എന്തെല്ലാം ആത്മീകമായ ചിന്തകൾ, പ്രായോഗികമായ ജീവിതത്തോട് ബന്ധപ്പെട്ടുള്ള ചിന്തകൾ ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സഭയുടെ ആരാധന മെച്ചപ്പെടുത്തി കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ആരാധിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.